ويعظ يا بني لا تشرك بالله إن الشرك لظلم عظيم. And when Luqman said to his son while he was instructing him, O my son, do not associate anything with Allah. Indeed, association with Him is great injustice. Assalamu alaikum wa rahmatullahi wa barakatuhu, and warm welcome to our esteemed parents, teachers, and guests. I am your host Hamida, and it's an honor to guide you through this enlightening program. We have all gathered here for a purpose higher than us, to seek wisdom that will enrich our souls and advice that we will pass down through generations, inshallah. We are delighted to have with us today HMS Secretary Mr. Sajid TK, Jamaat Islami Hind Bangalore Meghalaya Vice President Mr. Shamir Muhammad, and the renowned author and motivational speaker Mr. PMA Ghafoor. Please join me in welcoming the esteemed guests to the stage. Let us now begin our session with a recitation of the Holy Quran. And for that, I invite Naifa Nazir to the stage. Assalamu alaikum wa rahmatullahi wa barakatuh. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان عجولا. وجعلنا الليل والنهار آيتين فمحونا آية الليل وجعلنا آية النهار مبصرة لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. صدق الله العظيم. Jazakallahu khairan Naifa for the melodious recitation. Next, I would like to invite our dedicated leader and a passionate advocate for our children's education, the Secretary of Hira Model School, Mr. Sajid TK, to deliver the presidential address. Please, sir.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. HMSൻ്റെ ഓഫ്ലൈൻ മദ്രസ വിദ്യാർത്ഥികളുടെ ഗെയിംസ് ആക്ടിവിറ്റി കളിമുറ്റം ബാംഗ്ലൂരിലും കേരളത്തിലും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും GCC, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, US, UK, യൂറോപ്പ് തുടങ്ങിയ ഇന്ത്യക്ക് പുറത്തുള്ള ഭാഗങ്ങളിലും HMSുമായി അസോസിയേറ്റ് ചെയ്തു HMSൽ പഠിക്കുന്ന കുട്ടികളുടെ ഗ്യാതറിംഗ് ഇവൻ്റായിട്ടുള്ള മുലാഖാത്ത് കേരള മജ്ലിസ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ 7th സ്റ്റാൻഡേർഡിൻ്റെ പബ്ലിക് എക്സാം എഴുതിയ ഉന്നത വിജയം നേടിയ കുട്ടികളുടെ കോൺവൊക്കേഷൻ സെറമണി തുടങ്ങിയ HMSൻ്റെ തന്നെ 3, 4, 5 പ്രധാനപ്പെട്ട പരിപാടികൾ ഒന്നിച്ചു ചേർന്ന് ഇനിയും ഒരു പേരിൽ ഒതുക്കാൻ കഴിയാത്ത, നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർ ദ സേക്ക് ഓഫ് നെയിമിങ് മുലാഖാത്ത് ആൻഡ് കോൺവൊക്കേഷൻ സെറമണി എന്ന് പേരിടാം. ഈ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ പരിപാടിയെക്കുറിച്ച് ഏകദേശം 1 മാസം 1.5 മാസം മുന്നെയാണ് ആലോചിച്ചു തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത സമയങ്ങളിൽ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ, വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് വേണ്ടി നമ്മൾ നടത്തിയിരുന്ന പരിപാടികൾ ഒരുമിച്ച് ചേർത്ത് ഒറ്റ ഇവൻ്റാക്കി ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ വർഷം നമ്മളിത് നടക്കുന്നത്. അതിനൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. HMSൻ്റെ അടിയിൽ പഠിക്കുന്ന, HMSുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരു ദിവസം, അവർക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസം, അവർക്ക് പരിചയപ്പെടാനും പരിചയം പുതുക്കാനുമൊക്കെയായി ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ദിവസം, അവരോടൊപ്പം തന്നെ രക്ഷിതാക്കളായ നമ്മൾക്കും ഒത്തുചേരാനും പരിചയപ്പെടാനും പരിചയം പുതുക്കാനുമൊക്കെയുള്ള ഒരു അവസരം ഒരുക്കുക എന്നതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ പരിപാടി അനൗൺസ് ചെയ്തത് മുതൽ നമ്മുടെ മക്കളും ടീച്ചേഴ്സും രക്ഷിതാക്കളായ നിങ്ങളെല്ലാം വളരെ നല്ല സപ്പോർട്ടീവായിട്ടായിരുന്നു. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും സഹകരണങ്ങളും പേഴ്സണലി ആയിട്ട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുകയും സപ്പോർട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാർണിവൽ പോലെ, ഒരാഘോഷം പോലെ നടക്കേണ്ട ഒരു പരിപാടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് ഇത്. ഏകദേശം 2-3 ആഴ്ച മുന്നേ വരെ ഇതായിരുന്നു സ്ഥിതി. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലൊരു വിമിഷ്ടമില്ലാതെ, ഒരു വിതുമ്പലില്ലാതെ, കണ്ണിലൊരു തുള്ളി കണ്ണുനീരില്ലാതെ നമുക്ക് ഈ സദസ്സിലിരിക്കാൻ കഴിയില്ല. മറ്റൊന്നുമല്ല, ഞാൻ വയനാടിനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പേ ഒരു പ്രദേശം മുഴുവനായിട്ട് വൈപ്പ് ഔട്ടായിപ്പോയി. അതിനു മുമ്പേ, ഒരാഴ്ച മുമ്പേ കൃത്യമായി പറയുകയാണെങ്കിൽ, കർണാടകയിൽ ഒരു സഹോദരന് വേണ്ടി മുഴുവൻ മലയാളികളും പ്രാർത്ഥനാ നിരതരായിരുന്നു. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അതേ അവസരത്തിലൂടെ അല്ലെങ്കിൽ സന്ദർഭത്തിലൂടെ ഒരു ഗ്രാമം മുഴുവൻ, ഒരു പ്രദേശം മുഴുവൻ നിശേഷം നശിപ്പിച്ചു പോയി, അല്ലെങ്കിൽ നിശേഷം വൈപ്പ് ഔട്ടായിപ്പോയി. അവരെ ഓർക്കാതെ, അതേപോലെ തന്നെ ബാംഗ്ലൂരിലെ നമ്മളുടെ ഒരു സഹോദരൻ്റെയും സഹോദരിയുടെയും ഒരു പിഞ്ചു കുഞ്ഞ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിൽ വെന്റിലേറ്ററിലാണ്. ഇവരെ ഒന്നും ഓർക്കാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമുക്കൊരാഘോഷമോ ഒരു സന്തോഷമോ ഇല്ല. പടച്ച റബ്ബ് അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ, ആ കുഞ്ഞിന് ശിഫ നൽകുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് ഇത് താങ്ങാനുള്ള ക്ഷമയും
സഹനവും എല്ലാം പ്രദാനം ചെയ്യട്ടെ. കൂടാതെ ഇത്തരം കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറട്ടെ. പറഞ്ഞു വന്നത്, HMS വർഷാവർഷങ്ങളിൽ ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ കളിമുറ്റം, മുലാഖാത്ത്, കൾച്ചറൽ ഫെസ്റ്റിവലായിട്ടുള്ള മെഹർജാൻ, സ്പോർട്സ് പരിപാടിയായിട്ടുള്ള മെറാക്കി, സോഷ്യൽ അവയർനെസ് പ്രോഗ്രാം, നിശാ ക്യാമ്പുകൾ, ട്രിപ്പുകൾ, ഒരുപാട് പരിപാടികൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നടത്താറുണ്ട്. ഈ പരിപാടികൾ നടത്തുന്നതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിലേക്ക് ഏറ്റവും സുന്ദരമായി, ലളിതമായി നമ്മുടെ ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, അത് അവരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇതിനുവേണ്ടി നിരന്തരം HMS എന്തെല്ലാം പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ, സാധ്യമാവുന്ന അത്ര രീതിയിലെല്ലാം ആ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ വർഷം തന്നെ ഖുർആൻ തജ്വീദോടുകൂടി ഓതാൻ, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ, സ്പെഷ്യലായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് തിലാവത്ത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു, കാലിഗ്രാഫി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. എന്തിനു പറയുന്നു? മലയാളം അറിയാത്ത അല്ലെങ്കിൽ മലയാളികളല്ലാത്ത കുടുംബങ്ങളിലേക്ക് HMS എത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ അത്തരത്തിലുള്ള സ്പെഷ്യലായിട്ടുള്ള മദ്രസ സംവിധാനം ഓഫ്ലൈനിൽ തന്നെ നമ്മൾ തുടങ്ങാൻ ശ്രമിച്ചു. ചെറിയ രീതിയിലെങ്കിലും. വരും വർഷങ്ങളിൽ ഇൻഷാ അല്ലാഹ് അത് വലുതാകുമെന്ന് തന്നെയാണ് പ്രാർത്ഥനയും പ്രതീക്ഷയും. HMSലെ കുട്ടികളെ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് HMSനുള്ളത്. അതിനു വേണ്ടിയും നമ്മൾ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്. ഇത്തരം സദസ്സുകൾ, പാരൻറ്റിങ് സെഷനുകൾ, കുടുംബയോഗങ്ങൾ, കുടുംബ സംഗമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അത്തരത്തിലും നടത്താറുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ സദസ്സിനോട് സംവദിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. PMA ഗഫൂർ സാഹിബ് വളരെ സന്തോഷപൂർവ്വം തിരക്കേറിയ ഷെഡ്യൂളുകൾക്കിടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിച്ചിട്ട് താൻ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ ലളിതമായിട്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ ഞാൻ ആദരവുപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബാംഗ്ലൂർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് പരിപാടി എടുത്താലും അതിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര, ഒരു സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടുള്ള ആളാണ് ഷമീർ സാഹിബ്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു ആമുഖം, ഇൻട്രോ വേണമെന്ന് തോന്നുന്നില്ല. HMSൻ്റെ തന്നെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള, ഇപ്പോൾ മേഖല വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. HMSൻ്റെ വളർച്ച കഴിഞ്ഞ 20-24 വർഷമായിട്ട് HMS നമ്മുടെ ഇടയിലുണ്ട്. ഇതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പ്രയത്നം തന്നെയാണ്. ഇത് ഈ മദ്രസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടി നടത്തുന്ന ഒരു സംവിധാനമല്ല. ഇത് നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സംവിധാനമാണ്. അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കും എന്താണ്, എങ്ങനെയാണ് നടത്തേണ്ടത്. അതുതന്നെയാണ് HMSൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രോഗ്രാമിലും അങ്ങനെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മക്കൾക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ നൽകാനാണ് ശ്രമിക്കുന്നത്. ഒരു പ്രത്യേക സ്വാഗതത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന മുഴുവൻ മനുഷ്യർക്കും, കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തിലെവിടെയായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you, sir. Now, parents and guests, it is our great pleasure to introduce to you a man who has inspired countless lives through his words and wisdom. Hailing from the vibrant city of Kozhikode in Kerala,
PMA Ghafoor is a multifaceted personality who has made a mark as an author, motivational speaker, and storyteller. With a unique gift for weaving words into powerful tales, Mr. Ghafoor has captivated audiences and readers alike, leaving a lasting impact on all those who have encountered him. Today, we are delighted to have him with us to share his insights and experiences. I warmly invite Mr. PMA Ghafoor to the podium. Assalamu alaikum. പുറത്തുനിന്നാ ആണോ? ഹിറ ഇരുട്ട് മൂടിയ ഒരു ഗുഹയുടെ പേരാണ്. അതാണ് ഇന്ന് വെളിച്ചം തിങ്ങിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരായി മാറിയത്, ഹിറ. ഹിറ ഗുഹയുടെ ഇരുളിൽ നിന്ന് 7 മഹാവൻകരകളിലേക്ക് പടർന്ന ഒരു പ്രകാശത്തിൻ്റെ തണലിലാണ് നമ്മളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ശരി, വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതായിരുന്നു? അന്ന് ബഷീറിന് ഒരു 70 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. 70-ലേറെ വയസ്സുള്ളൊരു മനുഷ്യനോട് ചോദിക്കുകയാണ്, ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു? വലിയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ്, വലിയ മഹാഗ്രന്ഥങ്ങൾ, കട്ടിയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്, ഒരുപാട് അംഗീകാരങ്ങൾ സമൂഹത്തിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള മഹാപ്രതിഭയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു? അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് ആകെ ഒരു മകനാണ് ഉള്ളത്, അനീസ്, പിന്നെ ഒരു മോളുണ്ട്. അനീസ് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഈ കരഞ്ഞ് കരഞ്ഞ് ശ്വാസം കിട്ടാതാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുട്ടിക്ക്. ഒരു ദിവസം അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഈ കുട്ടിക്ക് ശ്വാസം ഇല്ലാതായി. അപ്പോൾ ബഷീർ കുട്ടിയെ എടുത്തുകൊണ്ട് ഓടി. ഓടുന്നത് ഒന്നുകിൽ ഒരു വണ്ടി കിട്ടാനാണ്, അതല്ലെങ്കിൽ ഒരു ആശുപത്രിയിലെത്താനാണ്. ബഷീർ പറയാം, ഞാൻ ഒരുപാട് ഓടി, എത്ര ഓടിയിട്ടും എവിടെ എത്തുന്നില്ല, രാത്രിയാണ്. ഓടി 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 സമയം ഒരുപാടായി, എൻ്റെ കുട്ടിയുടെ ഒരു അനക്കവുമില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടി മരിച്ചു എന്ന്, എൻ്റെ കുട്ടി പോയി എന്ന് ഞാൻ വിചാരിച്ചു. ആ സമയത്താണ് ബഷീർ എന്തോ ഒരു കല്ലിൽ തട്ടിയിട്ട് വീഴാൻ പോയത്. ആ സമയത്ത് കയ്യിൽ നിന്ന് ഈ കുട്ടി ഇങ്ങനെ തുള്ളി, കയ്യിൽ നിന്ന് ഇങ്ങനെ തുള്ളിയിട്ട് കയ്യിലേക്ക് തന്നെ വീണു. ബഷീർ പറയാ, എൻ്റെ കുട്ടി കരഞ്ഞു. ആ നിമിഷം 73 വർഷത്തെ ആയുസ് മുഴുവനും ഒറ്റപ്പാതിരാവിലെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലിലേക്ക് ഇങ്ങനെ ചുരുങ്ങി നിന്നു. എന്നിട്ട് ബഷീർ പറഞ്ഞു, എൻ്റെ കുട്ടി കരഞ്ഞ നിമിഷം ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം. ഇതാണ് ഒരു പാരൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ. അനിത പ്രതാപ് എന്നൊരു എഴുത്തുകാരിയുണ്ട്. എഴുത്തുകാരിയല്ല, അവർ ജേർണലിസ്റ്റാണ് ആക്ച്വലി. അവരുടെ ഒരു ഗംഭീര പുസ്തകമുണ്ട്, വായിക്കേണ്ട പുസ്തകമാണ് കേട്ടോ. ഐലൻഡ് ഓഫ് ബ്ലഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഐലൻഡ് ഓഫ് ബ്ലഡ്, രക്തം ചിന്തിയ ദ്വീപ് എന്നുള്ള പേരിൽ മലയാളത്തിൽ അത് വന്നിട്ടുണ്ട്. ഭയങ്കര ധീരയായ ഒരു പത്രപ്രവർത്തകയാണ്. പുലി പ്രഭാകരന് അയാളുടെ ഗുഹയുടെ അകത്ത് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ജേർണലിസ്റ്റാണ് അനിത പ്രതാപ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ്. അവരുടെ ആ പുസ്തകം ഐലൻഡ് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞ പുസ്തകം അവരുടെ ഒരു ഓട്ടോബയോഗ്രഫി പോലെയുള്ളൊരു പുസ്തകം. അതിൻ്റെ തുടക്കത്തിലൊരു ചെറിയ പാരഗ്രാഫ് അവിടെ എഴുതിയിട്ടുണ്ട്.
അതിങ്ങനെയാണ്. എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേരിൽ പ്രസിദ്ധങ്ങളായ ലേഖനങ്ങൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്. എന്നെ പ്രസിദ്ധയാക്കിയ വലിയ ഇൻ്റർവ്യൂകളൊക്കെ അച്ചടിച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്നെന്നോട് ചോദിച്ചാൽ ഞാനിതൊന്നും പറയില്ല. ഇതൊന്നും ഞാൻ പറയില്ല. എൻ്റെ മോനെ പ്രസവിച്ച് ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട നിമിഷമാണ് എൻ്റെ ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം. അത് എഴുതുന്ന സമയത്ത് അവർക്ക് 50 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. 50-ലേറെ കൊല്ലത്തെ ഒരായുഷ് കാലം മുഴുവനും ഒരു ലേബർ റൂമിലെ ഒരു കുഞ്ഞിൻ്റെ ഒറ്റ കരച്ചിലിലേക്ക് ഇങ്ങനെ ചുരുങ്ങി നിന്നു. ഇതാണ് പാരൻറ്റ്. സത്യത്തിൽ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യത്തെ ഗുരുനാഥന്മാർ എന്ന് നമ്മൾ പറയും, അല്ലേ? മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യത്തെ ഗുരുനാഥന്മാർ. പക്ഷെ മക്കളാണ് നമ്മുടെ അവസാനത്തെ ഗുരുനാഥന്മാർ. മാതാപിതാക്കളാണ് ആദ്യത്തെ ഗുരുനാഥന്മാർ, പക്ഷേ മക്കളാണ് അവസാനത്തെ ഗുരുനാഥന്മാർ. കാരണം നമ്മളിങ്ങനെ മുതിർന്ന ഒരാളായി മാറുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന ചിലതുണ്ടാവും. നമ്മളിങ്ങനെ സില്ലിയാക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതെന്താണെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് പടച്ചോൻ പറഞ്ഞയക്കുന്ന മാഷുമാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ കുട്ടിയും. നമ്മുടെ കുട്ടി മാത്രമല്ല, നമ്മൾ കണ്ടുമുട്ടുന്ന കുഞ്ഞുങ്ങൾ പോലും അങ്ങനെയാണ്. ഈ അടുത്ത് കുറച്ച് മുമ്പ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതായിരുന്നു. അപ്പോൾ അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു 7 വയസ്സായ കുട്ടിയും 4-5 വയസ്സുള്ളൊരു മോനുണ്ട്. അപ്പോൾ ഇവർക്ക് 2 ആളുകൾക്കും ഐസ്ക്രീം വേണം. കോഴിക്കോടൊരു സ്പെഷ്യൽ ഐസ്ക്രീം ഉണ്ട്, അത് വേണം എന്ന് പറഞ്ഞിട്ട് അവരെ 2 ആളെയും കൊണ്ട്, നമ്മുടെ മോനുണ്ട്, അവരെ 2 ആളെയും കൊണ്ട് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോവുക. ആ സമയത്ത് കുട്ടികളെല്ലാം പിറകിൽ ആണ്, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഈ ചെറിയ മോന് നവീൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ നവീൻ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിറകിൽ നിന്ന്. അതിൻ്റെ ഇടയിൽ എൻ്റെ ചെവിയിൽ ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ പോയി. പിന്നെ അവൻ്റെ കളിയിൽ തന്നെ അവന് ഏർപ്പെട്ട് ഒരു കാര്യം സില്ലിയായിട്ട് പറഞ്ഞിട്ട് അവൻ പോയി. എന്താ പറഞ്ഞതെന്നറിയോ? എന്നോട് പറഞ്ഞത്, നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട, തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട എന്ന് പറഞ്ഞു. ഐസ്ക്രീം നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട, തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട. അപ്പോൾ ഞാനിങ്ങനെ തലയാട്ടി അവനോട്, പക്ഷേ എനിക്ക് എന്താണ് അവൻ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. നല്ലോണം പൈസ ഉണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ അവനോട് അത് ചോദിച്ചില്ല, എക്സ്പ്ലനേഷൻ ഒന്നും ചോദിച്ചില്ല. അങ്ങനെ വീട്ടിൽ വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് അവളുടെ ഉമ്മയോട് ചോദിച്ചു. ഞാൻ ഹിബ എന്നാണ് ആ ഫ്രണ്ടിൻ്റെ പേര്. ഹിബയുടെ ഉമ്മയുണ്ട്, ഇവൻ്റെ വല്യമ്മയോട് പറഞ്ഞു, നവീൻ ഇങ്ങനെ പറയുന്നുണ്ട്, നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട, തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട നിന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ ഇങ്ങനെ ചിരിച്ചു. ഉമ്മ ചിരിച്ചിട്ട് പറഞ്ഞു, ഉമ്മ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു. അവൻ്റെ ഭാഷ നന്നായി അറിയുന്ന വല്യമ്മ അവൻ പറഞ്ഞ കവിത എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നു. ഐസ്ക്രീമിന് നല്ലോണം പൈസ ഉണ്ടെങ്കിലും അവന് വേണ്ട, എൻ്റെ കയ്യിൽ തീരെ പൈസ ഇല്ലെങ്കിലും ഐസ്ക്രീം വേണ്ട, എന്നെ ബുദ്ധിമുട്ടിക്കണില്ല. നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അധ്യാപകർ നമ്മുടെ മാതാപിതാക്കളാണ്. പക്ഷേ അവസാനത്തെ അധ്യാപകർ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ കുട്ടിയുമാണ്. നമ്മുടെ മോന് ഒരു ദിവസം, ചെറിയ മോനാ, 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്, ഇവന് ഓട്ടോറിക്ഷയിലാണ് സ്കൂളിലേക്ക് പോവുക. ഒരു ദിവസം ഓട്ടോറിക്ഷ കിട്ടിയില്ല, അപ്പോൾ അവനെയും കൊണ്ട് നമ്മുടെ വണ്ടിയിൽ പോവുക. അന്ന് ചെറിയൊരു കാറാണ്, ആ കാറിൽ പോവുക. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, നല്ല സ്പീഡിലാണ് പോണത്, കുറച്ച് വൈകിട്ടുണ്ട്. ആ സമയത്ത് എതിരെ ഒരു ടിപ്പർ ലോറി ഇങ്ങനെ വരുന്നുണ്ട്, ചെറിയ റോഡാണ്. അപ്പോൾ ആ ടിപ്പർ ലോറിക്ക് സൈഡ് കൊടുത്ത് ടിപ്പർ ലോറി ഇങ്ങനെ നമ്മളുടെ സൈഡിലൂടെ പോകുന്ന സമയത്ത് പിന്നെ അവിടെ വേറെ വണ്ടികൾക്കൊന്നും പോകാനുള്ള സ്ഥലമില്ല. ടിപ്പർ ലോറിയുടെ പിറകിൽ നല്ല സ്പീഡിൽ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ല.
ബൈക്ക് നേരെ വന്ന് നമ്മുടെ കാറിനെ ഇടിച്ച് ബൈക്കിലുള്ള രണ്ടാളുകളും മറിഞ്ഞു വീണ്. അതൊരമ്മയും മോനുമായിരുന്നു. രണ്ടാളുകൾ മറിഞ്ഞു വീണിട്ട് ആ അമ്മ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോയി കിടക്കുന്നത് ആ ലോറിയുടെ ടയറിൻ്റെ ഏകദേശം അടുത്താണ്. ലോറി നിർത്തി. നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇതാ കാണുന്നത്. അമ്മ തലയൊക്കെ പൊട്ടി ചോര വരുന്നുണ്ട്. ആളുകൾ അവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി. പിന്നെ ഞാൻ നമ്മുടെ വണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും പോയിട്ടുണ്ട്. ഇനി അത് നന്നാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്രയും അത് ജാമായി കിടക്കുന്നുണ്ട് ടയറിനോടൊക്കെ. അപ്പോൾ യാത്രകളൊക്കെ ഉണ്ട്, അതൊക്കെ മുടങ്ങി, എല്ലാം മുടങ്ങി. അതിങ്ങനെ സങ്കടപ്പെടുത്തുകയാണ് മനസ്സിൽ. പതുക്കെ അതൊക്കെ ആ ജാമൊക്കെ ഇങ്ങനെ കൊട്ടി ശരിയാക്കിയിട്ട് വണ്ടി മെല്ലെ തിരിച്ചു പോരുകയാണ്. സ്കൂളൊക്കെ ക്യാൻസൽ ചെയ്ത് അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മുഴുവനും വണ്ടി കേടുവന്നല്ലോ എന്നുള്ള ദുഃഖമാണ്. പക്ഷേ ആ സമയത്ത് ഒരു കരച്ചിൽ കേൾക്കുക. ഞാനിങ്ങനെ നോക്കുമ്പോൾ മോന് കരയുക. അവൻ്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്, എവിടെ ചെന്ന് ഇടിച്ചിട്ടുണ്ട് അവൻ്റെ തലയൊക്കെ. അപ്പം ഞാനവനോട് ചോദിച്ചു, ആശുപത്രിക്ക് പോകണോ മോനെ? പറഞ്ഞു വേണ്ട. വേദനയുണ്ടോ? ഇല്ല. മരുന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പുരട്ടിയാലോ? വേണ്ട. ഓനൊന്നും വേണ്ട. പിന്നെന്തിനാ കരയണേ? വേദനയില്ലെങ്കിൽ പിന്നെന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അബ്ബാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ? അവരുടെ നെറ്റി പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ടല്ലോ. ഞാൻ ചെറുതായി പോയി. എൻ്റെ വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന എന്നോട് അവൻ്റെ ആരുമല്ലാത്തൊരമ്മയുടെ നെറ്റി പൊട്ടിയതിൻ്റെ പേരിൽ കരയുന്ന എൻ്റെ കുട്ടി ഒറ്റ നിമിഷം കൊണ്ട് വലിയൊരു മനുഷ്യനാവുകയും ഞാനൊരു ചെറിയ കുട്ടിയാവുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ആദ്യത്തെ അധ്യാപകർ നമ്മുടെ വാപ്പയും ഉമ്മയുമാണ്. പക്ഷെ അവസാനത്തെ അധ്യാപകർ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ കുട്ടിയുമാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തൊക്കെ കൊടുക്കുന്നില്ല എന്നുള്ളത്. എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അറിയില്ലെങ്കിൽ മിക്കവാറും അത് പഠിച്ചെടുക്കാനൊക്കെ ഉള്ള വഴികളുണ്ട് നമുക്ക്, അല്ലേ? പാരൻറ്റിങ് ക്ലാസ്സുകളായിട്ടും ഒക്കെ. പക്ഷെ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനമായ ഒരു കാര്യം ചില കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ആ കുട്ടിയുടെ ഉള്ളിൽ തീരാത്ത മുറിവുകൾ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. വേറെ നമ്മൾ എന്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം. അതൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ മനസ്സിൽ മുറിവുകളില്ലാതിരിക്കുക എന്നുള്ളതാണ് ആ കുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ കാര്യം. ദുൽഖർ സൽമാനെ നമുക്കൊക്കെ അറിയാലോ. അതാരാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ദുൽഖർ സൽമാൻ അയാളുടെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു പ്രിൻ്റഡ് മീഡിയയിലാണ് ഞാനത് വായിച്ചത്. അയാളുടെ വാപ്പ കഴിഞ്ഞ 43 കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. വഴുക്കുന്ന വയൽവരമ്പ് പോലെ അപകടം നിറഞ്ഞ ജോലിയാണ്. ഏത് നിമിഷവും തെന്നിപ്പോകാവുന്ന സാഹചര്യങ്ങൾ അത്രയധികമുള്ളൊരു ജോലിയിലൂടെ കഴിഞ്ഞ 43 വർഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അയാളുടെ മകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്കിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് എൻ്റെ വാപ്പയോടുള്ള എൻ്റെ ഏറ്റവും വലിയ കടപ്പാട്. വലിയ അംഗീകാരങ്ങൾ കിട്ടിയ കലാകാരനാണ്. രാജ്യം മുഴുവനും അംഗീകാരങ്ങളുള്ള കലാകാരനാ, നടനാ, സാംസ്കാരിക പ്രവർത്തകനാ, ഒക്കെ ശരിയാ. അതൊക്കെ നമ്മക്കാ. മകൻ്റെ കണ്ണിൽ അതൊന്നുമില്ല. മകൻ്റെ കണ്ണിൽ ഒറ്റ ആളേ ഉള്ളൂ, വാപ്പ. മകൻ്റെ ഉള്ളിലിങ്ങനെ നിഴലിച്ചു നിൽക്കുന്ന ഒരൊറ്റ ചിത്രമേ ഉള്ളൂ, അത് വാപ്പ എന്നുള്ള ചിത്രമാണ്. ആ ചിത്രം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് മകൻ പറയണത്. അയാൾ പറഞ്ഞ ഒറ്റ കാര്യമാണ്, എൻ്റെ കസിൻസിൻ്റെ മുന്നിൽ
എൻ്റെ ചങ്ങാതിമാരുടെ മുന്നിൽ, എൻ്റെ സഹപാഠികളുടെ മുന്നിൽ എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ ഒരിക്കലും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞില്ലേ, അതാണ്. ഷൂസേ സെരമാവോ എന്നുള്ളൊരു വലിയ ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട്. അയാളുടെ ഒരു ആത്മകഥയുണ്ട്. ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല, പക്ഷെ അതിനെക്കുറിച്ച് വായിച്ചൊരു കാര്യമാണ്. അയാൾ ആ പുസ്തകം എഴുതുന്ന സമയത്ത് 70 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ സമയത്താണ് ആത്മകഥ എഴുതുന്നത്. ആ സമയത്ത് അദ്ദേഹം ആ കഥയിൽ, ആ സംഭവത്തിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് 7 or 8 വയസ്സുള്ള സമയത്ത് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുതിരപ്പുറത്ത് കയറണമെന്നായിരുന്നു. കാരണം സ്വന്തമായി കുതിരയുള്ള ഒരാളെ അയാൾക്കറിയാം, കുട്ടിക്കറിയാം. അങ്ങനെ അവനും അവൻ്റെ ചങ്ങാതിമാരും ചെന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, കുതിരപ്പുറത്തുനിന്ന് കയറിക്കോട്ടെ, ഇവന് വലിയ ആഗ്രഹമുണ്ട്. അയാൾ കുതിരപ്പുറത്ത് കയറ്റിയില്ല എന്ന് മാത്രമല്ല, അവൻ്റെ ചങ്ങാതിമാരുടെ ഇടയിൽ വെച്ച് അവനെ കളിയാക്കി, അവനെ ചീത്ത പറഞ്ഞ്, അവനെ അപമാനിച്ചു. അതിനെക്കുറിച്ച് എഴുതുകയാണ് അദ്ദേഹം. എഴുതുമ്പോൾ എഴുതിയത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആ കുതിരപ്പുറത്ത് നിന്ന് വീണതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴുണ്ട്. ഞാൻ കയറിയിട്ടില്ല, പക്ഷെ കയറി വീഴുന്നതിനേക്കാൾ വലിയൊരു മുറിവ് എൻ്റെ ഉള്ളിൽ അയാൾ തന്നു. ആ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴുണ്ട്. അതാണ്. ഒരു കുട്ടിയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ അത്രയേറെ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ജോലിയാണ് സ്വയം. കാരണം നമ്മൾ വളർത്തുന്നത് ഒരു ജീവനെയാണ്. കല്യാണം കഴിക്കണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്ത ഉണ്ടല്ലോ. കല്യാണം വേണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ആരെയാകണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, എങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നുള്ള ഒരാളാവണം എന്ന് ചിന്തിക്കുന്നു, എത്ര വിദ്യാഭ്യാസമുള്ള ഒരാളാവണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. കല്യാണം കഴിക്കണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചതിലേറെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു കുട്ടി വേണോ എന്നുള്ളതിനെക്കുറിച്ച്. കാരണം അത് എന്താണെന്നറിയോ നിങ്ങൾ, നമ്മൾ ജനിതകമാണ് ഈ കൊടുക്കണേ. നമ്മളൊരു മനുഷ്യ ജീവനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ചെറിയ ഉത്തരവാദിത്തങ്ങളുള്ളൊരു കാര്യമല്ല, നമ്മൾ മാറേണ്ട ഒരു കാര്യമാണത്. ആ പഴയ ആളല്ല പിന്നെ നമ്മളാണ് മാറുന്നത്. നമ്മൾ എത്രയാണോ മാറുന്നത്, ആ മാറ്റത്തിൻ്റെ നിഴൽ മാത്രമായിരിക്കും ആ കുട്ടി. അതാണ്. നമ്മൾ ഈ ചെറിയൊരു പുളിങ്കുരുവൊക്കെ ഇങ്ങനെ നനവുള്ളൊരു സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി. കുഴിച്ചിടൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ മതി. അതിങ്ങനെ തെളിർത്ത് വരുന്നതാണ്. ചെറിയൊരു ചെടിയായി അതിങ്ങനെ വരും, പുളിഞ്ചെടിയായി വരും. അങ്ങനെ ചെടിയായി വരാൻ തുടങ്ങിയ സമയത്ത് ഒരു മുട്ടുസൂചി കൊണ്ട് അതിനെ ഒന്ന് കുത്തി നോക്കുന്നുണ്ടോ? പുളിമരമായാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടാവും. പുളിയും ചെടിയായിരുന്ന സമയത്ത് നമ്മൾ കൊടുത്തൊരു കുത്ത് പുളിമരമായാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ പുളിമരമായതിന് ശേഷം നമ്മൾ മുട്ടുസൂചി കൊണ്ട് കുത്തി നോക്കൂ, മഴ കൊണ്ട് വെട്ടി നോക്കൂ, നമ്മളും മഴവും തെറിച്ചു പോകും. ഇതാണ് മുറിവ്. എനിക്ക് 41 വയസ്സായി. എന്നെ നിങ്ങൾ ഇത്ര ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അപമാനിച്ചു നോക്കൂ. ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അപമാനിച്ചു നോക്കൂ. ആ അപമാനത്തിൻ്റെ വേദനയിൽ നിന്ന് പുറത്ത് കിടക്കാൻ കുറച്ച് സമയം മതിയാവും. പക്ഷേ 4 വയസ്സായൊരു കുട്ടിയെ അപമാനിച്ചു നോക്കൂ, 40 വയസ്സായാലും ആ മുറിവ് വളരെ ചെയ്യൂ, ആ കുട്ടിയോടൊപ്പം വളരും. അതാ പണ്ട് നമ്മുടെ ഈ ഹൈന്ദവ തറവാടുകളുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പഴയ തറവാട് ഇല്ലം പോലെയുള്ള വീടുകൾ, ആ വീടുകൾക്ക് അവിടെ അവരെ വിളിച്ചിരുന്നൊരു പേരുണ്ട്. ഇല്ലം എന്ന് പറയും, അതുപോലെയുള്ള പേരുകളൊക്കെ ഉണ്ടല്ലോ. ആ കൂട്ടത്തിലൊരു പേര് വല്ലാത്തൊരു പേരാണ്. മന എന്ന് പറയില്ലേ, മന എന്നുള്ളത് 2 അക്ഷരങ്ങളല്ല, 2 വാക്കുകളാണ്. ന. വല്ലാത്തൊരു സംഭവമാണത്, വല്ലാത്തൊരു ഫിലോസഫിയാണത്. ഇനി സംസ്കൃതം, അറബി, ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകളുടെ പ്രത്യേകത, ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിനകത്ത് ഒരു ഫിലോസഫി ഉണ്ടാവും.
ഇപ്പോൾ സംസ്കൃതത്തിൽ വേദന എന്ന് പറയില്ലേ, വേദന, നമ്മൾ വേദന എന്ന് പറയില്ലേ, വേദന എന്നുള്ള വാക്കിന് ഒരു അർത്ഥമുണ്ട്. എന്താണെന്നറിയോ? വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്ന്, എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന്. അപ്പം എന്താ? അറിവില്ല. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്നതിന് ശേഷം നമ്മൾക്ക് എന്താണോ ഉണ്ടാകുന്നത് അതിന് പറയുന്ന പേരാണ് വേദന. ഇതേപോലൊരു വാക്കാണ് മന. മാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന്. മമ്മ സഖി പഴയ പാട്ടിലൊക്കെ ഉണ്ടാവില്ലേ. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ, മാ എന്ന് പറഞ്ഞാൽ ഞാൻ, എന്ന് പറഞ്ഞാലോ ഇല്ല. വീടിന് പറയുന്ന പേരാണ് ഞാൻ ഇല്ല. ഞാൻ ഇല്ല. ഞാൻ ഇല്ലാത്ത സ്ഥലമാണ് എൻ്റെ വീട്. സേറില്ലാത്ത സ്ഥലമാണ് സേറിൻ്റെ വീട്. ഞാനില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാനില്ല, ഞങ്ങളേ ഉള്ളൂ. എനിക്ക് മാത്രമായിട്ടുള്ളൊരു ജീവിതം അല്ല അത്. അതിന് ഹോസ്റ്റൽ എന്നാണ് പറയുക. എനിക്ക് മാത്രമായിട്ടുള്ളൊരു ജീവിതത്തിന് പേര് ഹോസ്റ്റൽ എന്നാണ്. അത് എനിക്ക് മാത്രമായിട്ടുള്ളൊരു ജീവിതമല്ല. എൻ്റെ കൂടെ 3-4 ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയുള്ളൊരു ജീവിതത്തിന് പറയുന്ന പേരാണ് കുടുംബം. അപ്പോഴേ അതൊരു വീടാകുന്നുള്ളൂ. ഒരു ചെങ്ങല പോലെയാണ്. ചെങ്ങല ഇങ്ങനെ ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ചേർന്ന് കിടക്കുന്ന ബലവത്തായ ഒരു ആയുധമാണ് ചെങ്ങല. ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് അതൊരു ആയുധമാവുക. അല്ലേ? ആ കണ്ണിയിൽ ഒരു കണ്ണി കേട് വന്നാൽ മതി, ആ ചെങ്ങലയുടെ ശക്തി മുഴുവനും ഇല്ലാതായി. ആ ചെങ്ങല എന്തിനാണ് ഉണ്ടാക്കിയത്? ആ പർപ്പസ് നടക്കില്ല. ഇതാണ് കുടുംബം. ഞാനൊരു ചെങ്ങലയിലെ കണ്ണിയാണ്. ഞാൻ ചില കുഴികളിലേക്ക് വീഴാതെ, ചില അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചേരാതെ ഞാൻ സ്വയം സൂക്ഷിക്കുന്നത് എന്തിനാ? എനിക്ക് വേണ്ടി മാത്രമല്ല. ഞാനെന്നൊരു കണ്ണി കേടുവന്നാൽ അതെന്നെ മാത്രമല്ല ബാധിക്കുക, അതെന്നേക്കാളധികം ആയുഷ്കാലം മുഴുവനും ബാധിക്കുന്ന ഓരോ കണ്ണികളോടെ ചേർന്ന് കിടക്കുന്ന ഒരാളാണ് ഞാൻ എന്നൊരു ഓർമ്മ കൊണ്ടുണ്ടാകുന്നൊരു ജാഗ്രത ഉണ്ട്. ആ ജാഗ്രതയുള്ള ഒരാളാണ് ഒരു കുടുംബത്തിന് പറ്റിയ ആൾ. സെവൻസ് കളിക്കുന്ന സമയത്ത് 7 ആളുകളാണ് ഒരു ബോൾ കൊണ്ട് കളിക്കുക, അല്ലേ? 7 ആളാണ് ഒരു ടീമിലുണ്ടാവുക. ഗോളി ആയിട്ട് ഒരാളുണ്ടാവും, ബാക്കി 6 ആളുണ്ടാവും. ആദ്യത്തെ ആളുടെ കയ്യിൽ പന്ത് കിട്ടി, അയാൾ രണ്ടാമത്തെ ആൾക്ക് കൊടുത്ത്, അയാൾ 3, 4, 5, 6ാമത്തെ ആളായിരിക്കും ഗോളടിച്ചിട്ടുണ്ടാവുക, അല്ലേ? 6ാമത്തെ ആളായിരിക്കും ഗോളടിച്ചിട്ടുണ്ടാവുക. പക്ഷെ ജയിച്ചതാരാ? 6ാമത്തെ ആൾ മാത്രമല്ലല്ലോ, ടീമാണ് ജയിച്ചത്. ഒരു കണ്ണി കേട് വന്നാൽ ഒരു ചെങ്ങലയെ മുഴുവനും ബാധിക്കുന്നത് പോലെ, ഒരാൾ ഗോളടിച്ചാൽ ഒരു ടീം മുഴുവനും ജയിക്കുന്നത് പോലെ കുടുംബം. ഖുർആനിൽ പഠിച്ചോൻ ഈ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ ഒരു വചനമുണ്ട്. അതിങ്ങനെ ചുരുക്കി അതിൻ്റെ സൂചനകൾ മാത്രം പറഞ്ഞിട്ട് നമുക്കിങ്ങനെ സംസാരം ഇങ്ങനെ ചുരുക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനോ വിമർശിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സമയം കണ്ടെത്താമെന്ന് വിചാരിച്ചു. അത് വല്ലാത്തൊരു വാക്കാണ്. കല്യാണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചാണല്ലോ ജീവിക്കുക. പക്ഷേ ഇത് ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ബാധകമാണ്. അത് മക്കളോടൊത്ത് മാതാപിതാക്കൾ ജീവിക്കുന്നതാണെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ബാധകമായ പഠിച്ചവൻ്റെ വാക്കുകളാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞ 3 കാര്യങ്ങൾ. നമുക്കൊക്കെ അറിയുന്നൊരു വചനമാണ്, സൂറത്തുർ റൂമിലാണ്, നിക്കാഹ് പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന വചനമാണ്. വചനം ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഇത്രയേ ഉള്ളൂ. 3 കാര്യങ്ങൾ പഠിച്ചോൻ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി പറയാ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ ആളില്ലേ, അത് ഭർത്താവായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട്, മക്കളായിട്ട്, ഫാദറിലോ ആയിട്ട്, മദറിലോ ആയിട്ട്, ആഹാരമായിട്ട്, കോസിസ്റ്ററായിട്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരു മനുഷ്യനും ഖുർആൻ പറയാ മിൻ അംഫുസിക്കും,
അത് ആകാശത്തിൽ നിന്ന് വന്ന മാലാഖയല്ല, ഭൂമിയിൽ നിന്ന് വരുന്ന മനുഷ്യനാണ്. എന്തൊരു വാക്കാ! മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ പോരായ്മകളും ഉണ്ടാവും, മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ സാധാരണത്വങ്ങളും ഉണ്ടാവും, സ്വാഭാവികതകളും ഉണ്ടാവും. ഒരസാധാരണത്വവും പ്രതീക്ഷിക്കേണ്ട, സാധാരണ മനുഷ്യനാണ് കേട്ടോ. അതാണ് ആദ്യം പറയണത്. ബൈബിളിലൊരു കഥ പറയാറുണ്ട്. ഒരു നാട്ടിലെ വലിയൊരു നാട്ടിലെ രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കിയ ഒരു കഥ. ശില്പം ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രവാചകൻ അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് പോലെയുള്ളൊരു സ്റ്റോറിയാണ്. പക്ഷെ ആ സ്റ്റോറിയുടെ അകത്തൊരു വലിയ സാധനമുണ്ട്. എന്താണെന്നറിയോ? രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുകയാണ്. രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. കിട്ടാവുന്ന ഏറ്റവും ശക്തിയുള്ള ലോഹം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാ അവയവവും ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. പക്ഷെ ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല എന്ന് മാത്രമല്ല, ഉണ്ടാക്കുന്നത് കളിമണ്ണ് കൊണ്ടാണ്. ഏത് അവയവം എന്നറിയോ? കാൽപാദം. ശരിക്കും കാൽപാദമാണ് ഇരുമ്പോണ്ട് ഉണ്ടാക്കേണ്ടത്, കാരണം മുഴുവൻ വെയിറ്റും കാൽപാദത്തിനാണ് കിട്ടുക. പക്ഷെ കാൽപാദം മാത്രം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കി. എന്താ സംഭവം? കളിമണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊട്ടിപ്പോകുന്ന അത്രയും ദുർബലമാണ്. എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും, എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തയായ സ്ത്രീയാണെങ്കിലും, ആരാണെങ്കിലും, മനുഷ്യനാണോ, അയാളുടെ കാൽപാദം കളിമണ്ണാണ്. ചെറിയ ഒരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണ് പോലെ, ചെറിയ ഒരു പ്രലോഭനത്തിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന അത്രയും ദുർബലമായ ഒരു സാധനം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്, മനസ്സ്. ചെറിയൊരു സങ്കടം വരുമ്പോഴേക്ക് തളർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, അതാണ് പ്രശ്നം, മനസ്സ്. ഒരു ചെറിയ കുഞ്ഞിനെ പോലെ, അപകടങ്ങൾ എന്താണെന്നറിയാത്ത ഒരു തീയിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന കുട്ടിയെ പോലെ, അപകടത്തിൻ്റെ ആഴം എന്താണെന്നറിയാതെ ഇങ്ങനെ പലതിലേക്ക് ചെന്ന് വീഴുന്ന ഒരു ചെറിയ കുഞ്ഞിനെ പോലെ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അതാണ് പടച്ചോൻ പറയുക, ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറയുക, നിങ്ങളുടെ കൂടെ ഉള്ളത് ഒരു മനുഷ്യനാണ് കേട്ടോ, എല്ലാതരം സാധാരണത്വങ്ങളുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം മകൻ പാടുന്നൊരു പാട്ടുണ്ട് മലയാളത്തിൽ. അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്ന പാട്ടാണ്. അതിലൊരു വരി ഇങ്ങനെയാണ്: കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. അവനിങ്ങനെ നടത്തം പഠിക്കുന്ന സമയത്തെ വീഴുന്ന സമയത്തെല്ലാം ഒരു കൈ അവൻ്റെ നേരെ ഇങ്ങനെ വന്നിരുന്നു, അച്ഛൻ. കുഞ്ഞിക്കാലടി മാത്രമൊന്നുമല്ല തെറ്റുക, വലിയ കാലടികളും തെറ്റും. അപ്പോഴും നമ്മുടെ നേരെ നീണ്ടുവരുന്ന ഒരു കൈ ഇല്ലാതെ നമുക്ക് പറ്റില്ല. ഇപ്പം നമ്മൾ സ്നേഹിക്കാനും കാത്തിരിക്കാനും അംഗീകരിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. നാട്ടുകാർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോ ഇഷ്ടപ്പെട്ട ഒരാളൊക്കെ ആയിരിക്കും. പക്ഷെ അവരൊക്കെ നമ്മളെ തള്ളിപ്പറയുന്നൊരു നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മളെ അംഗീകരിച്ച മനുഷ്യരൊക്കെ നമ്മളെ തള്ളിപ്പറയുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചെയ്തൊരു തെറ്റിൻ്റെ പേരിൽ, നമ്മളെ അടുത്തൊരു തെറ്റ് വന്നു പോയി, അതിൻ്റെ പേരിൽ എല്ലാവരും നമ്മളെ തള്ളിപ്പറയുന്ന നിമിഷം നമ്മളെ തിരിച്ചു വിളിക്കാൻ ഒരാൾ വേണം. പ്ലീസ് കം ബാക്ക് എന്ന് പറയാൻ ഒരാൾ വേണം. തെറ്റുകാരനായി തന്നെ കയറി ചെല്ലാൻ പറ്റുന്ന കുമ്പസാരക്കൂട് പോലെ ഒരു മനുഷ്യൻ വേണം. ആ മനുഷ്യനോടാണ് പടച്ചോൻ പറയണത്, എടാ നിങ്ങളെ കൂടെ ഉള്ളതേ വെറൊരു മനുഷ്യനാണ് കേട്ടോ. എത്ര നല്ല ആളോ എത്ര വലിയ ആളൊക്കെ ആണെങ്കിലും അയാളൊരു മനുഷ്യനാണ് കേട്ടോ. അയാൾ സ്വാഭാവികമായ മനുഷ്യനുണ്ടാകുന്നതൊക്കെ ഉണ്ടാവും കേട്ടോ. അതെപ്പോഴും ജാഗ്രതാപൂർവം ഓർക്കണം കേട്ടോ എന്നാണ് പടച്ചോൻ പറയണത്. ഒന്നാമതായി പറഞ്ഞത് എന്താണ്? നമ്മുടെ കൂടെ ഉള്ളത് ഒരു മനുഷ്യനാണ് എന്ന് ഓർമ്മിപ്പിച്ചു. രണ്ടാമതായി പറഞ്ഞു, ആ മനുഷ്യന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്,
സ്നേഹം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞ സ്നേഹം എന്നുള്ളതിന് പിന്നെ അറബി ഭാഷയിൽ ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ സർ? സ്നേഹം എന്ന് പറയാവുന്ന ധാരാളം വാക്കുകളുണ്ട് അറബിയിൽ. 90ഓളം വാക്കുകളുണ്ട് എന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. സ്നേഹം എന്നുള്ളതിന് പറയപ്പെടാവുന്ന പലതരം ഫീലിങ്സിനെ പറ്റി പറയുന്ന 90ഓളം വാക്കുകളുണ്ട്. അതിൽ മവദ്ദത്ത് എന്നുള്ള വാക്കാണ് ഖുർആനോട് ഉപയോഗിച്ചത്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിലയ്ക്കാത്ത സ്നേഹമാണ് മവദ്ദത്ത്. നമ്മളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരാളുണ്ടാവുക എന്ന് ഉണ്ടായാൽ മതി. അയാൾ കൂടെ ഉണ്ടാവണമെന്ന് പോലും ഉണ്ട്. സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ മതി, മനുഷ്യൻ പിടിച്ചു നിൽക്കും. ജിബ്രാൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്, നിങ്ങൾ കേട്ടതാണോ എന്നറിയില്ല. ഒരാൾ ദൂര സ്ഥലത്ത് എവിടെയോ ജോലി ചെയ്യാം. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അയാൾ നാട്ടിലേക്ക് പോണത്. 3-4 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോണത്. കേട്ടിട്ടുണ്ടോ? അയാളൊരു പെട്ടിയൊക്കെ കെട്ടിയിട്ട് അയാളുടെ പ്രിയപ്പെട്ടവൾക്കും മക്കൾക്കുള്ള സാധനങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കിയിട്ടാണ് നാട്ടിലേക്ക് പോണത്. അങ്ങനെ കുറേ ദൂരെ യാത്ര ചെയ്യണം. വാഹനത്തിൽ കുറേ, തോണിയിൽ കുറേ, നടന്ന് കുറേ, അങ്ങനെയൊക്കെ എത്തണ സ്ഥലത്ത്. തോണിയിൽ പോണ സമയത്ത് തോണിക്കാരൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് നീന്തൽ അറിയോ? അയാൾ പറഞ്ഞു, എനിക്ക് നീന്തൽ അറിയില്ല. അയ്യോ, നീന്തൽ അറിയില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ, നല്ല കാറ്റും മഴയും വരുന്നുണ്ട്, നമ്മുടെ തോണി അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഉണ്ട്. പറഞ്ഞതുപോലെ തന്നെ തോണി മറിഞ്ഞു. തോണി ഇങ്ങനെ മലക്കം മറിഞ്ഞു. രണ്ടാളും വെള്ളത്തിലായി. തോണിക്കാരൻ കൂളായി നീന്തി നീന്തി അക്കരെ എത്തി. പക്ഷേ തോണിക്കാരൻ രക്ഷപ്പെടുമ്പോഴും അയാളുടെ മനസ്സിൽ മുഴുവനും ആ പാവം യാത്രക്കാരനാണ്. അയാളെ കാത്തിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. അവർക്ക് വേണ്ടി കെട്ടിയ പെട്ടിയുമായിട്ട് വീടണയാൻ പോകുന്ന ആ മനുഷ്യന് വീട്ടിലെത്താൻ കഴിയില്ലല്ലോ എന്നുള്ള സങ്കടമാണ് തോണിക്കാരന്. ഇത്രയും കുതിച്ചു വരുന്ന വെള്ളത്തിൽ അയാൾ മുങ്ങിപ്പോകുമല്ലോ എന്നുള്ള ഒരു സങ്കടം. അങ്ങനെ സങ്കടപ്പെട്ട് തോണിക്കാരൻ ഇങ്ങനെ കരയിലിരിക്കുമ്പോൾ ഇയാളുണ്ടിങ്ങനെ നീന്തി വരുന്നു. ഇയാൾ കൂളായിട്ട് നീന്തി വരുന്നു, അലച്ചലച്ചിങ്ങനെ നീന്തി വരുന്നുണ്ട്. അയാൾ കരയിലെത്തിയപ്പോൾ തോണിക്കാരൻ ചോദിച്ചു, നിങ്ങളെന്തിനാ കള്ളം പറഞ്ഞേ? ഈ വലിയ മനുഷ്യന്മാരിങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ ഞാൻ കള്ളം പറഞ്ഞേ? നിങ്ങളല്ലേ നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞത്? അയാളിങ്ങനെ ആശ്വസിച്ചിരുന്നിട്ട് പറഞ്ഞു, സുഹൃത്തേ, എനിക്ക് നീന്തൽ അറിയില്ല, സത്യമായും അറിയില്ല, ഞാൻ പറഞ്ഞത് കള്ളമല്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഈ സാധനത്തിൻ്റെ പേരാണ് നീന്തൽ. നിങ്ങളിപ്പോൾ വന്നില്ലേ, ഇതിന് പറയുന്ന പേരാണ് നീന്തൽ. പിന്നെ എങ്ങനെ നിങ്ങളിവിടെ എത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ തോണിയിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണു. എൻ്റെ കയ്യിലുള്ള പെട്ടിയിലാണ് എൻ്റെ ഒരു കൈ മുറുകെ പിടിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു കൈ എൻ്റെ പെട്ടിയിലാണ്, പക്ഷെ എൻ്റെ മറ്റേ കൈയിന് എന്തോ ഒരു ശക്തി വന്നു. ആ കൈ കൊണ്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ചു സുഹൃത്തെ. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇതാണ് നീന്തൽ എന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പെട്ടിയില്ലാതെ എന്നെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കൂ. ഈ പെട്ടിയില്ലാതെ എന്നെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കൂ. ഒരു ഇരുമ്പ് കഷ്ണം താണു പോകുന്നത് പോലെ ഞാൻ താണുപോകും. എന്നെ നിലനിർത്തുന്നത് എന്താണെന്നറിയോ? ഈ സാധനം, ഈ പെട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്നെ കാത്തിരിക്കുന്ന കണ്ണുകളാണ്. ഞാൻ വരുന്നതിന് വേണ്ടി കാതോർക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളാണ്. എന്നെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവളാണ്. ആ മനുഷ്യന്മാരാണിത്. ഈ പെട്ടിയില്ലാതെ എന്നെ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കൂ. ഞാനൊരു ഇരുമ്പ് കഷ്ണം താണു പോകുന്നത് പോലെ താണുപോകും. കൂടെയുള്ള മനുഷ്യൻ്റെ വില എന്താണ് എന്നറിയാൻ മുണ്ടക്കൈയിലുള്ള ഏതെങ്കിലും ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ വാടിയ കണ്ണുകളോടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചെന്നിട്ട് വെറുതെ ചോദിച്ചു നോക്കിയാൽ മതി, കൂടെയുള്ള മനുഷ്യൻ്റെ വില എന്താണ്. എല്ലാ ഇണക്കങ്ങളും പിണക്കങ്ങളുടെയും ഒക്കെ അവസാനം നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാൻ മനുഷ്യൻ വേണം. നമ്മളെ പ്രിയപ്പെട്ട മനുഷ്യന്മാർ വേണം. 800 കോടി മനുഷ്യരിൽ നിന്ന് പടച്ചോൻ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുള്ള 1-2 മനുഷ്യന്മാരില്ലേ, ആ മനുഷ്യന്മാർ വേണം. അവർക്ക് പോരായ്മകളൊക്കെ ഉണ്ടാവും. ആ പോരായ്മകളോടെ അവരെ സ്വീകരിക്കാൻ കഴിയുന്നത്ര നമ്മുടെ മനസ്സ് വലുതാവുക എന്നുള്ളതാണ് ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന വില. അഹമ്മദ് ബുഖാത്തിർ എന്നൊരു പാട്ടുകാരനുണ്ട് അറബിയിൽ, കേട്ടിട്ടുണ്ടോ? അയാളുടെ പാട്ടുകൾ ഗംഭീര പാട്ടുകളാണ്.
പണ്ട് ഇത്രയൊന്നും സോഷ്യൽ മീഡിയ വ്യാപകമല്ലാതിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നല്ല, ദ ലാസ്റ്റ് ബ്രീത്ത് എന്ന് പറയും. ലാസ്റ്റ് ബ്രെത്ത് അല്ലേ റംഷാദ് കേട്ടില്ലേ? ലാസ്റ്റ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് മരണത്തെക്കുറിച്ചുള്ളൊരു സോങ്ങാണ്. അയാളുടെ പാട്ടുകളൊക്കെ അങ്ങനെയാണ്. അതിലൊരു പാട്ടാണ് മൈ വൈഫ് എന്ന് പറയുന്നൊരു പാട്ട്. സൗജത്തി എന്ന് പറയുന്നത് കൂടെയുള്ള ഒരാൾ, അത് ഭാര്യ എന്നത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് ആർക്കും ബാധകമാണ്. അതിലൊരു വരി ഇങ്ങനെയാണ്, ഉഹിബ്ബുക്കി കൈഫ മാ കുൻതി, ഐ ലവ് യു ആസ് യു ആർ. എടോ നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് പറ്റിയ രൂപത്തിലേക്ക് നീ മാറിയതിന് ശേഷമൊന്നുമില്ല, അതാരെ കൊണ്ടും കഴിയും. എനിക്ക് പറ്റുന്ന രൂപത്തിലേക്ക് നീ എല്ലാ രീതിയിലും മാറിയതിന് ശേഷമൊന്നുമില്ല, അതാരെ കൊണ്ടും പറ്റുന്നല്ലേ. പക്ഷെ എന്നെ കൊണ്ട് പറ്റും. എന്തെന്നറിയോ? നീ എങ്ങനെയാണോ അങ്ങനെ നിന്നെ സ്നേഹിക്കാൻ. ആ തരത്തിലുള്ളൊരു ഹൃദയവികാസമില്ലേ, അതിനെക്കുറിച്ചാണ് ഖുർആൻ മൂന്നാമതായി പറഞ്ഞ എന്താ? കാരുണ്യം എന്ന് പറയുന്നത്, റഹ്മ, എംപതി എന്ന് പറയുക. ശരിക്കും കമ്പാഷൻ അല്ല, അത് കമ്പാഷൻ അല്ല, എംപതിയാണത്. എംപതി അറബിയിൽ മാത്രമല്ല ഹീബ്രു ഭാഷയിലും കാരുണ്യം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണ് റഹ്മ. ഹീബ്രുവിൽ റഹേം എന്ന് പറയുക, ഒരു ചെരിവുണ്ടാവും, റഹേം. ആ രണ്ട് വാക്കിനും ഒരേപോലെയുള്ള അർത്ഥങ്ങളാണ്. ഒന്നാമത്തെ അർത്ഥം എന്താണ്? കാരുണ്യം. രണ്ടാമത്തെ അർത്ഥം എന്താണെന്നറിയോ? രണ്ടാമത്തെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. റഹ്മ ഒന്നെന്താണ്? കാരുണ്യം, ഒന്ന് ഗർഭപാത്രം. ഒരേ വാക്കിൻ്റെ രണ്ടർത്ഥങ്ങളാണ്, ഒരു ബന്ധമില്ലാത്ത രണ്ടർത്ഥങ്ങൾ, കാരുണ്യവും ഗർഭപാത്രവും. പക്ഷെ എന്തോ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ അവളുടെ ഉള്ളിലുള്ള ഒരു ചെറിയ പാത്ര, 3-4 സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു കുഞ്ഞു പാത്രം. ആ 3-4 സെൻറ്റിമീറ്റർ മാത്രമുള്ള ചെറിയ പാത്രമാണ് 3-4 കിലോ വലുപ്പമുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വയം വലുതാകുന്നത്, സ്വയം വികസിക്കുന്നത്. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? പലതരം സ്വഭാവങ്ങളുള്ള മനുഷ്യനെ ഉൾക്കൊള്ളാൻ ഒരാളുടെ മനസ്സ് സ്വയം വലുതാകുന്നതിൻ്റെ പേരാണ്. വേറൊന്നുമല്ല അത്. എന്നോടൊരു കാരുണ്യം കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, എന്നെ ഒന്ന് മനസ്സിലാക്കിയില്ലല്ലോ. വേറൊന്നുമല്ല അത്. ഏതൊരു ബന്ധത്തിലും ഏറ്റവും ഉയർന്നു കേൾക്കുന്ന വാക്കാ, എന്നെ ഒന്ന് മനസ്സിലാക്കിയില്ലല്ലോ. നമ്മളെ സ്നേഹിക്കാൻ വേറെ ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ വേണം ജീവിതത്തിൽ. ആ ആളോടാണ് പഠിച്ചോൻ ഇത് പറയുന്നത്. പവ്ലോ കൊയ്ലോയുടെ ഒരു പുസ്തകമുണ്ട്, സഹീർ എന്ന് പറയുന്നൊരു പുസ്തകം. ഗംഭീര പുസ്തകം, ഒരു നോവലാണ്. അതിൽ ഒരാൾക്ക് അയാളുടെ ഭാര്യയെ നഷ്ടപ്പെടുക. ഭാര്യ ഒരു ജേർണലിസ്റ്റാണ്. അങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്ക് യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളാണ്. ഭാര്യ തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഭാര്യയെ തെരഞ്ഞ് അയാൾ പോവാണ്. പല രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട്, കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടുന്നില്ല. ആ അലച്ചിലുകളുടെ ഒടുവിൽ അയാൾ ഏതോ ഒരു രാജ്യത്ത്, കസാക്കിസ്ഥാനിലോ മറ്റോ ഇരുന്നിട്ട് എഴുതുന്നൊരു ഡയറി ഉണ്ട് ആ നോവലിൽ. ആ ഡയറിയിൽ അയാൾ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, എൻ്റെ എസ്തർ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ തെരഞ്ഞു വരും. നീ എവിടെ പോയാലും ഞാൻ നിന്നെ തെരഞ്ഞു വരും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എന്നെ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല, അതുകൊണ്ടല്ല. എന്നെ ഈ ലോകത്ത് ഏറ്റവും മനസ്സിലാക്കിയത് നീ ആയതുകൊണ്ടാണ്. എനിക്കങ്ങനെ വേറൊരാളെ കിട്ടിയിട്ടില്ല, സത്യമായും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ വേണം. എനിക്ക് നിന്നെ സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച സ്നേഹമാണ്. ഒക്കെ ശരിയാ. പക്ഷെ നിന്നേക്കാൾ എനിക്ക് സ്നേഹമുള്ള വേറൊരാളുണ്ട്. നിന്നോടുള്ളതിനേക്കാൾ സ്നേഹം ഉള്ള ഒരാൾ എനിക്കുണ്ട്. അതാരാന്നറിയോ? നീ ഉള്ളപ്പോൾ മാത്രമുള്ള എന്നെ. ആ എന്നെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നിൻ്റെ കൂടെ ഉള്ളപ്പോൾ മാത്രമുള്ള ഒരു ഞാനുണ്ട്. ആ എന്നെ എനിക്ക് വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന കവിത പോലെ അയാൾ പറയാം. മൂസാ നബി അലൈഹിസ്സലാമിനെ പഠിച്ചവൻ
ഫറോവയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു രംഗമുണ്ട് ഖുറാനിൽ, അല്ലേ? ഫറോവയുടെ അടുത്ത് ചെന്നിട്ട് പറയേണ്ടത് എന്താ പറയേണ്ടത്? നിങ്ങളല്ല ദൈവം, ശരിക്കുള്ള ദൈവം വേറെ ഉണ്ട് എന്നാണ് പറയേണ്ടത്. അയാൾക്ക് ഇഷ്ടപ്പെടുമോ? അയാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, ആര് പറഞ്ഞാലും അയാൾക്ക് ഇഷ്ടപ്പെടില്ല. മൂസാ നബി പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെടില്ല. കാരണം അയാളുടെ ചോറ് കഴിച്ച് വളർന്ന ആളാണ് മൂസാ നബി. അയാളുടെ ചോറ് കഴിച്ച് ജീവിച്ച് വളർന്ന ശരീരവുമായി ആ ബലമുള്ള ശരീരവുമായി അയാളുടെ മുന്നിൽ വന്നിട്ട് പറയാണ്, നിങ്ങളല്ല പഠിച്ചവൻ, വേറെ ശരിക്കുള്ള പഠിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ എത്ര ദേഷ്യപ്പെടും? ആ ദേഷ്യത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആർക്കായിരിക്കും? മൂസാ നബിക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ മൂസാ നബി പഠിച്ചവനോട് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്, നമുക്കൊക്കെ അറിയുന്നൊരു പ്രാർത്ഥനയാണ്. എന്താ? റബ്ബിഷ്റഹ്ലി സദ്രി, റബ്ബിഷ്റഹ്ലി സദ്രി. എന്താ? പഠിച്ചവന് എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണേ. മൂസാ നബി പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചവന് എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണേ. അയാൾ ചിലപ്പോൾ എന്നെ ദേഷ്യപ്പിടിപ്പിക്കും. മൂസാ നബി പെട്ടെന്ന് ദേഷ്യം ഉള്ള ഒരാളുമാണ്. അതെന്നെ ഖുർആനിൽ അതിനുള്ള സൂചനയുണ്ട്. രണ്ടാളുകൾ അടികൂടുന്ന കണ്ടപ്പോൾ മൂസാ നബി അതിൽ ഇടപെട്ട് ഒരാളെ അടിച്ചു. അയാൾ തൽക്ഷണം മരിച്ചു വീണ്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ബലം എത്ര വലുതായിരിക്കും? അപ്പോൾ എനിക്ക് ആ ഒരു പ്രകൃതം ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കും, അതുകൊണ്ടുകൂടിയായിരിക്കും മൂസാ നബി അലൈഹിസ്സലാം ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനെയാണ് പ്രവാചകനാക്കുക കേട്ടോ. മനുഷ്യ സഹജമായ ചിലതൊക്കെ ഉണ്ടാവാം, പക്ഷേ അവർ അസാധാരണ മനുഷ്യരാണ്. അതിൻ്റെ കാരണം വഹയാണ്. മനുഷ്യൻ എന്നുള്ളവർക്ക് സ്വാഭാവികം സാധാരണത്വങ്ങളൊക്കെ ഉണ്ടാവും, നമ്മളെപ്പോലെ തന്നെ കരച്ചിൽ വരും, സങ്കടം വരും, ഒക്കെ ഉണ്ടാവും. പക്ഷേ പ്രവാചകന്മാരെന്ന രീതിയിൽ അസാധാരണ മനുഷ്യരാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവർക്ക് പഠിച്ചവനോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് വഹയ്. സാധാരണ മനുഷ്യരല്ല, അസാധാരണ മനുഷ്യരാണ്. അതിൻ്റെ കാരണം വഹയാണ്. പക്ഷേ ചില ഫീലിങ്സിൻ്റെ കാര്യത്തിലൊന്നും ഒക്കെ അങ്ങനെയല്ല. അവർക്ക് ദേഷ്യം, സങ്കടം വരും, കരച്ചിൽ വരും, ഒക്കെ വരും. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രകൃതത്തിൽ ചിലതുണ്ടായിരുന്നു, ചിലപ്പോൾ പിന്നീട് അത് ഉണ്ടായിട്ടില്ല എന്നും വരും കേട്ടോ. ആ ഒറ്റ കാര്യം വെച്ചിട്ട് ഒരു പ്രവാചകനെ വിലയിരുത്താനും പറ്റില്ല. പിന്നീട് ചിലപ്പോൾ അത് ഇല്ലാതിരിക്കാം. എന്തായാലും മൂസാ നബിയുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്, പഠിച്ചോന് ഞാൻ അയാളുടെ അടുത്തേക്കാണ് പോണത്, അയാൾ എന്നെ പല രീതിയിൽ പ്രകോപിപ്പിക്കും, അയാളുടെ വാക്കുകൾ കൊണ്ട് എന്നെ മുറിപ്പെടുത്തും. ആ സമയത്ത് പഠിച്ചോനെ എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണമേ. ശരിക്കും മൂസാ നബി പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് എന്താ? പഠിച്ചോനെ അയാളുടെ മനസ്സൊന്ന് വലുതാക്കി കൊടുക്കണേന്നായിരുന്നില്ല? അങ്ങനെ പ്രാർത്ഥിച്ചുകൂടായിരുന്നോ? അങ്ങനെ പ്രാർത്ഥിച്ചുകൂടായിരുന്നോ? പഠിച്ചോനെ ഞാനീ പറയുന്ന കാര്യം ഒന്ന് അംഗീകരിക്കാൻ, സ്വീകരിക്കാൻ അയാളുടെ മനസ്സൊന്ന് വലുതാക്കി കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നോ? പക്ഷെ പ്രാർത്ഥിച്ചില്ലല്ലോ. പ്രാർത്ഥിച്ചതെന്താ? പഠിച്ചോനെ അയാൾ എങ്ങനെയൊക്കെ പെരുമാറിയാലും എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ, എൻ്റെ മനസ്സിനെ നീ വലുതാക്കി തരണമേ എന്നാണ്. കാരണം നമ്മൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ കാർപ്പറ്റ് വിരിക്കാൻ കഴിയില്ല, നമ്മുടെ കാലിലൊരു ചെരുപ്പിടാനേ പറ്റുള്ളൂ. അതാണ് ഈ പ്രാർത്ഥന, റബ്ബിഷ്റഹ്ലി സദ്രി. നമുക്കനുസരിച്ച് എല്ലാവരും നിൽക്കില്ല, നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ലോകം മുഴുവനും മാറൂല. പക്ഷേ ഈ ലോകത്തിന് പറ്റും വിധം, അതിൻ്റെ എല്ലാ രീതികളെയും സ്വീകരിക്കാൻ പറ്റും വിധം നമ്മുടെ മനസ്സിനെ വലുതാക്കാനേ പറ്റൂ എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ സാരം. ഇപ്പം കാരുണ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറ്റ കാര്യമുള്ളൂ, ഒരാളുടെ മനസ്സ് വലുതാകലാണ്. ആ കൂടെ ജീവിക്കുന്ന മനുഷ്യനോടാവട്ടെ, കണ്ടുമുട്ടുന്ന മനുഷ്യരോടാവട്ടെ, ഒരാൾ പുലർത്തുന്ന അയാളുടെ ഉള്ളിലെ ഒരു വിശാലതയാണ് ശരിക്കും പറഞ്ഞാൽ കാരുണ്യം. അപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരോട് പഠിച്ചവൻ പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമതായി പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതൊരു മനുഷ്യനാണ്. രണ്ടാമതായി പറഞ്ഞു, ആ മനുഷ്യന് സ്നേഹം കൊടുക്കണം, അയാൾക്ക് പിടിച്ചു നിൽക്കാനൊരു ഫ്യുവല് കൊടുക്കണം, അത് സ്നേഹമാണ്. മൂന്നാമതായി പറഞ്ഞു, ആ മനുഷ്യൻ്റെ സ്വഭാവ വ്യത്യാസങ്ങൾ മുഴുവനും സ്വീകരിക്കാൻ പറ്റും വിധം നിങ്ങളുടെ മനസ്സിനെ വലുതാക്കണം. അതിന് ഖുർആൻ ഉപയോഗിച്ച പദമാണ് കാരുണ്യം. നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം, ഒരു പാരൻ്റ് എന്നുള്ള അർത്ഥത്തിൽ
നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ്. ഓർമ്മകൾ. കാരണം വാപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിവെത്തുന്നത് വാപ്പ തന്ന ചില നിമിഷങ്ങളാണ്. വല്യപ്പ എന്ന് പറഞ്ഞാൽ, വല്യമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അവർ തന്ന ചില നിമിഷങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ്. മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ്. നമ്മൾ വലിയൊരു ഷോപ്പിംഗ് മാളിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഇങ്ങനെ ഓടി വരും നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് അയാൾ നമുക്ക് വേണ്ട വഴിയൊക്കെ കാണിച്ചു തരുന്നുണ്ടാവും. നമ്മുടെ വണ്ടിയിലൊക്കെ ഇങ്ങനെ അടിച്ച് നമുക്ക് ഗൈഡ് ചെയ്യുന്നുണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ഗ്ലാസ് ഒന്ന് ഇങ്ങനെ താഴ്ത്തിയിട്ട് ആ സെക്യൂരിറ്റി ജീവനക്കാരനെ നേരെ ഇങ്ങനെ കൈകൾ നീട്ടിയിട്ട്, നിങ്ങളുടെ പേരെന്താ, വീടെവിടെയാ, ഇത്ര കുട്ടികളുണ്ട്, സുഖല്ലേ എന്നൊക്കെ ചോദിച്ച് അയാളോട് ഇങ്ങനെ യാത്ര പറഞ്ഞിട്ട് നമ്മളെ കാറ് വീണ്ടും ആ ഗ്ലാസ് വീണ്ടും പൊക്കിയിട്ട് നമ്മളിങ്ങനെ യാത്ര തുടരുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു 4 വയസ്സോ 5 വയസ്സുള്ള ഒരാളില്ലേ, അയാൾക്ക് നമ്മൾ കൊടുത്തൊരു മെമ്മറി ഉണ്ട്. നമ്മൾ ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിക്കൊടുത്ത വലിയ കളിപ്പാട്ടങ്ങൾ പോലും കേടുവരും. പക്ഷേ ഈ മെമ്മറി ഇല്ലേ, ഇതവിടെ തന്നെ കിടക്കും. വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ കയറുമ്പോൾ, നമ്മളൊരു വാഷ്റൂമിലൊക്കെ കയറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരാളുണ്ടാവില്ലേ, ഒരു നീലക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ വിധേയത്വത്തോടെ നിൽക്കുന്ന ഒരാളുണ്ടാവും. നമ്മൾ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അയാൾ അങ്ങോട്ട് കയറിയിട്ട് അത് വൃത്തിയാക്കൂലേ, ഇല്ലേ? അയാളും ഏതോ ഒരാളുടെ കണ്ണിൽ വലിയ മനുഷ്യനാണ്. അയാളും അയാളുടെ കുട്ടികളുടെ കണ്ണിലെങ്കിലും വലിയൊരു മനുഷ്യനാണ് അയാൾ. ഈ മനുഷ്യൻ്റെ വിലയില്ലേ, അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മളിൽ നിന്നാണ് കിട്ടേണ്ടത്. ഗാഡ്ജറ്റുകളൊക്കെ ഉപയോഗിക്കാനുള്ളതാണെന്നും മനുഷ്യൻ സ്നേഹിക്കാനുള്ളതാണെന്നും അവരറിയണം. അല്ല ഗാഡ്ജറ്റുകൾ സ്നേഹിക്കാനുള്ളതും മനുഷ്യൻ ഉപയോഗിക്കാനുള്ളതും അല്ല. ഗാഡ്ജറ്റുകളെ ടു ബി യൂസ്ഡ്, കൂടെയുള്ള മനുഷ്യന്മാരെ ടു ബി ലവ്ഡ്. അതുകൊണ്ട് അതിനെന്ത് വേണം? ഈ സാധനങ്ങളെക്കാൾ അവർ മനുഷ്യനെ കാണണം. ഇത് മറന്നു പോകുന്ന രീതിയിൽ അവർ മനുഷ്യരെ കാണണം. ഗാഡ്ജറ്റുകൾ മറന്നു പോകുന്നത്രയും സമയം മനുഷ്യനോട് സഹവസിക്കാനുള്ള ഇടങ്ങൾ ബോധപൂർവം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് നമ്മൾ അവരുടെ മനസ്സിലിങ്ങനെ കൊത്തിവെച്ചതുപോലെയുള്ള ഓർമ്മകളാണ്. ഞാനെൻ്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ബാക്കി സമയം അതിനുവേണ്ടി ചെലവഴിക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നിങ്ങൾ ചോദ്യം ആലോചിച്ചോളൂ കേട്ടോ. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമല്ലോ. ചോദ്യങ്ങളല്ല, എന്തെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കേട്ടോ. അത് നിങ്ങൾ ആലോചിച്ചോളൂ. അതിനിടയ്ക്കൊരു കാര്യം പറയാം. നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മിറക്കിൾ മോർണിംഗ് എന്നാണ്. മിറക്കിൾ മോർണിംഗ്. നമ്മളൊരു പാരൻ്റാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് നമ്മളൊരു പാരൻ്റാണ്. നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയും കാലത്ത് പാരൻ്റ്ഹുഡിൽ നിന്ന് മനസ്സിലായ കാര്യം, നമ്മളെ കുട്ടികൾക്ക് ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് നല്ല പുലരികളെ കൊടുക്കുക എന്നുള്ളതാണ്. നല്ല പ്രഭാതങ്ങളെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് പറയുക, സുഖമായിട്ട് ഉറങ്ങാൻ ലോകത്ത് മെഡിസിനൊക്കെ കിട്ടൂലേ? ഉറക്കമില്ലാത്ത ഒരാൾക്ക് ഉറക്കം കൊടുക്കാൻ ലോകത്ത് മരുന്നൊക്കെ ഉണ്ട്. സമാധാനത്തോടെ ഉണരാനാണ് ലോകത്ത് മരുന്നില്ലാത്തത്. മരുന്നില്ല. ശാന്തമായി ഉറങ്ങാൻ മരുന്നുണ്ട്, സമാധാനത്തോടെ ഉണരാൻ ലോകത്ത് മരുന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് സമാധാനത്തോടെ ഉണരാനുള്ള
ഏറ്റവും നല്ലൊരു പാഠപുസ്തകമാണ് മിറക്കിൾ മോർണിംഗ് എന്നുള്ള പുസ്തകം. കാരണം അതൊരാൾ അയാളുടെ ജീവിതം കൊണ്ട് പരിശീലിച്ചെടുത്ത കാര്യങ്ങൾ എഴുതി വച്ചിട്ടുള്ള പുസ്തകമാണ്. അതിലയാൾ പറയുന്ന ഒരു 2 രീതിയിൽ ഉണരുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം വളരെ അലസമായി ഉണരുന്നു, യാതൊരു താല്പര്യമില്ല, ഉണരണമെന്നേ താല്പര്യമില്ല. ഇനി എത്ര വേണമെങ്കിലും അങ്ങനെ ഉറങ്ങാനും അവർക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. വളരെ അലസമായി ഉണരുന്ന മനുഷ്യർ, ഒരു രസമില്ലാത്ത പുലരിയാണ് അവരുടെ. രണ്ടാമത്തെ വിഭാഗം എന്താണ്? ബേജാറായി ഉണരുന്ന ആളുകൾ. എണീക്കുന്നു, പുതപ്പ് എറിയുന്നു, നേരെ അടുക്കളയിലേക്ക് ഓടുന്നു, ഇങ്ങനെയുള്ള ആളുകൾ. ഇതും രസമില്ലാത്ത പുലരിയാണ്. പിന്നെ എങ്ങനെയാണൊരു പുലരിയെ വേണ്ടത് എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു പുസ്തകം. അതിൽ അദ്ദേഹം, ഞാൻ ചുരുക്കി പറയാം കേട്ടോ, അത് നമ്മുടെ കുട്ടികളുടെ കൂടെ നമുക്ക് ശീലിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം നമ്മൾ ഉണരുന്നതിൻ്റെ ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നാൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ പുലരികൾ അടിപൊളിയായിരിക്കും. അതാണ്, വളരെ പീസ്ഫുള്ളായിരിക്കും. അദ്ദേഹം അതിൽ സേവേഴ്സ് എന്നുള്ളൊരു ടേമാണ് പറയുന്നത്. SAVERS. ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എസ് എന്ന് വെച്ചാൽ സൈലൻസ് എന്നാണ്. സൈലൻസ് എന്ന് പറഞ്ഞാൽ അയാളൊന്ന് ശാന്തമായി ഇരിക്കലാണ്. നമുക്കതിന് പ്രാർത്ഥന എന്ന് പറയാം, നമ്മുടെ നിസ്കാരം എന്ന് പറയാം. അതല്ലേ സൈലൻസ്? പഠിച്ചവനോടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് സൈലൻസ്. ശരിക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചവനോടുള്ള ക്വാളിറ്റി ടൈമാണ് ശരിക്കും നിസ്കാരം 5 നേരമായിരുന്നോ? അല്ലല്ലോ. എത്ര നേരമായിരുന്നു? 50 നേരമായിരുന്നു. പിന്നെയാണ് അത് 5 നേരമാക്കിയിട്ട് ചുരുക്കിയത്. എന്താ ശരിക്കും നിസ്കാരത്തിൽ പഠിച്ചവൻ പറയണത് നമ്മളോട്? എടാ, നിനക്ക് തിരക്കൊക്കെ ഉണ്ടാവും, നിനക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ തിരക്കൊക്കെ ഉണ്ടാവും, എന്നാലൊരു 5 സമയം എന്നോടൊന്ന് വർത്താനം പറയണേ, എൻ്റെ അടുത്തേക്കൊന്ന് വരണേ, നിൻ്റെ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഒരു 5 നേരം എന്നോടൊന്ന് വർത്താനം പറയണേ എന്നാണ് പഠിച്ചവൻ പറയണേ. അതാണ് നിസ്കാരം. ഇപ്പം എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ എന്നോട് പറയാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അയാളോട് പറയാം, എന്നാൽ ഒരു 4:30 മുതൽ 5:30 വരെ നമുക്ക് ഇരിക്കാം എന്ന് പറയാം. അങ്ങനെ 4:30 മുതൽ 5:30 വരെ ഞങ്ങൾ ഇരിക്കുകയാണ്. അയാൾ എന്നോട് എന്തൊക്കെയോ പറയുന്ന സമയത്ത് ഞാനതിന് ചെവി കൊടുക്കുന്നുണ്ട്, പക്ഷേ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ, അറ്റൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ, ഞാൻ മൊബൈലിൽ കളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയൊക്കെ ആണെങ്കിൽ ഞാൻ അയാൾക്ക് ടൈം കൊടുത്തിട്ടുണ്ട്, പക്ഷേ ക്വാളിറ്റിയുള്ള ടൈം കൊടുത്തിട്ടില്ല. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ബന്ധങ്ങളെയും ഒട്ടിച്ചു നിർത്തുന്ന പശയുടെ പേരാണ്. കുറേ സമയമൊന്നും വേണ്ടിയില്ല. നിങ്ങൾ കണ്ടില്ലേ ഗൾഫിലൊക്കെ ജീവിക്കുന്ന വാപ്പന്മാർ, അവരുടെ മക്കൾക്ക് അവർ ജീവനായിരിക്കും. ദൂരെയുള്ളൊരു വാപ്പയാണെന്നുള്ള ഫീലേ കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം അത്രയും ആ വാപ്പ മക്കൾക്കുള്ള ക്വാളിറ്റി ടൈം കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും, പക്ഷെ ആ 10 മിനിറ്റ് മതി, നിറയും. അയാളുടെ പ്രിയപ്പെട്ടവൾക്ക്, അയാളുടെ കുഞ്ഞുങ്ങൾക്ക് ആ കൊടുക്കുന്ന സമയമല്ലേ, അത് ക്വാളിറ്റി ഉള്ള ടൈമായിരിക്കും. അതെന്താണെന്നറിയോ? നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിച്ച കാര്യങ്ങളില്ലേ, ഏകദേശം അതേപോലെ തിരിച്ചു പറയാൻ കഴിയുന്ന അത്രയും അതിന് അറ്റൻഷൻ കൊടുക്കലാണ് ക്വാളിറ്റി ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ. ചെവിയുടെ ആകൃതി ഇങ്ങനെയല്ലേ? ചെവിയുടെ ഷേപ്പ് ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ? അല്ലേ? 2 ചെവി ഇങ്ങനെ വെച്ച് നോക്കൂ. ഹൃദയമാകും അത്. കാരണം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഏറ്റവും നല്ല മാർഗം അയാളോട് വർത്തമാനം പറയുക എന്നുള്ളതല്ല, അയാളെ കേൾക്കുക എന്നുള്ളതാണ്. നമ്മളെ കേട്ടൊരു മനുഷ്യനെ നമ്മൾ ഈ ആയുസ്സിൽ മറക്കില്ല. അപ്പം നിസ്കാരങ്ങൾ ശരിക്കും എന്താണെന്നറിയോ? പഠിച്ചോന് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ടൈമാണ്. ഈ നിസ്കരിക്കുന്ന നേരത്തെ നമ്മുടെ ശ്രദ്ധയൊക്കെ ഇങ്ങനെ മാറിപ്പോകില്ലേ? വേറെ ചിന്തകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അപ്പം ആലോചിച്ചാൽ മതി, എന്ത്? ദിസ് ഈസ് ക്വാളിറ്റി ടൈം വിത്ത് അല്ലാഹ്. ഇത് പഠിച്ചതിനോടുള്ള ക്വാളിറ്റി ടൈമല്ലേ? അപ്പം അത് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമല്ലേ? വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ലല്ലോ എന്ന ഒരു ചിന്ത വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5 അടിയോ 6 അടിയോ ഒക്കെ ഉള്ള മനുഷ്യന് 1/2 അടിയോ 1 അടിയോ ഒക്കെ ആയിട്ട് ചെറുതായി പഠിച്ചവൻ്റെ മുന്നിൽ ഇങ്ങനെ ഏറ്റവും സുന്ദരമായി കൊണ്ട് നടക്കുന്ന മുഖം
മണ്ണിൽ കൊണ്ടുപോയി വെച്ചിട്ട് പടച്ചവനോട് പറയാ, പടച്ചവനെ നീയാണ് കേട്ടോ വലുത്, എനിക്ക് വേറെ ഒന്നും വലുതല്ല, എൻ്റെ സമ്പത്തോ എൻ്റെ മക്കളോ എൻ്റെ കുടുംബമോ ഒന്നും അല്ല കേട്ടോ, അതൊക്കെ നീ തന്നതാണ്, നീയാണ് വലുത് എന്ന് ഇങ്ങനെ പറയണ ആ നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അയാൾ ശരിക്ക് മൈൻഡ്ഫുള്ളായിട്ട് ഇത് ചെയ്യുമ്പോൾ സുജൂദുകൾ ചുംബനങ്ങളായി മാറും, പടച്ചോനുള്ള ചുംബനങ്ങൾ. നമ്മളിങ്ങനെ നിൽക്കുന്ന നേരത്ത് നമ്മുടെ തലച്ചോറ് മുകളിലും നമ്മുടെ ഹൃദയം താഴെയല്ലേ. തലച്ചോറ് എന്ന് പറഞ്ഞാൽ ലോജിക്കാണല്ലോ അല്ലേ, ലോജിക്കൽ തിങ്കിങ് അല്ലേ തലച്ചോറ്. സംശയങ്ങൾ, പിന്നെ ചോദ്യങ്ങൾ, ഇതൊക്കെയാണല്ലോ തലച്ചോറിൽ. ഹൃദയം താഴെയാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഇമോഷണലാണ്, ഇമോഷണൽ തിങ്കിങ് അല്ലേ. ഹൃദയം താഴെയും തലച്ചോറ് മുകളിലും അല്ലേ. ഒരൊറ്റ നേരത്ത് മാത്രമാണ് ഹൃദയം മുകളിലും തലച്ചോറ് താഴെയും അവിടെ. അതാണ് സുജൂദ്. സുജൂദ്, ആ സുജൂദ് കൊണ്ടാണ് ഒരാളൊരാളുടെ ദിവസം ആരംഭിക്കുന്നത്. കണ്ണ് തുറപ്പിച്ചത് ആ പഠിച്ചോനാ. കണ്ണ് തുറന്നു, അഹ്യാന ബഅദ മാ അമാതന എന്ന് നമ്മൾ പറയാം, മരിച്ചതിന് ശേഷം ജീവിച്ചല്ലോ എന്നാണ് രാവിലെ പറയണത്. ആ കണ്ണ് തുറന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം ആ പഠിച്ചോന് ഉമ്മ കൊടുക്കലാണ്. അതാണ് സുജൂദ്, നിസ്കാരം. അതാണ് യെസ്. നമുക്കങ്ങനെ പറയാം. അദ്ദേഹം സൈലൻസ് എന്നാണ് ഉപയോഗിച്ചത്, നമുക്കതിന് പ്രാർത്ഥന എന്ന് പറയാം, നിസ്കാരം എന്ന് പറയാം. യെസ്, യെസ്. പിന്നെ അത് എ എന്നാണ് പറയണത്. എ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്നറിയോ? അഫർമേഷനാണ്. ഇപ്പം നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മളിരുന്നിട്ട് അഫർമേഷൻ ചെയ്യുക. അത് ഒരുപാട് സമയമൊന്നും വേണ്ട, 2-3 മിനിറ്റിൻ്റെ കാര്യമാണ് ഈ പറയണത്. സമയമുള്ളതിനനുസരിച്ച് ഒരാൾക്ക് കൂട്ടാം കുറക്കാം, അത്രയേ ഉള്ളൂ. തിരക്കുള്ളൊരു ദിവസം ചിലപ്പോൾ ഇത്രയൊന്നും നടക്കില്ല, ഒരു മിനിറ്റേ പറ്റുള്ളൂ. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കലല്ല. ഇപ്പോൾ നമ്മളൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം ഞാൻ ഇത്ര ദിവസങ്ങൾ കൊണ്ട് എഴുതി പൂർത്തിയാക്കും എന്ന് പറയലല്ല. ഞാൻ ആ പുസ്തകം എഴുതി പൂർത്തിയാക്കിയതുപോലെ സംസാരിക്കലാണ് അഫർമേഷൻ. ഞാനത് പൂർത്തിയാക്കി എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിനെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അഫർമേഷൻ ശരിക്കും അതാ. നിസ്കാരങ്ങൾ അഫർമേഷനാണ്. കാരണം നിസ്കാരത്തിൽ നമ്മൾ ആയ കാര്യമല്ല പറയണ, ആകാൻ ആഗ്രഹമുള്ള കാര്യമാണ് പറയണ അല്ലേ. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണ. എൻ്റെ നിസ്കാരങ്ങൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ അധ്വാനങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ കഠിന പ്രയത്നങ്ങൾ എല്ലാം പഠിച്ചവനുള്ളതാണ് എന്ന് പറയണം. ആണോ? അല്ലല്ലോ, അത്രയൊന്നും അല്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാണ്. അതാണ് അഫർമേഷൻ. നിസ്കാരങ്ങളിൽ ധാരാളം അഫർമേഷൻസ് ഉണ്ട്. അത് ശരിക്കും മൈൻഡ്ഫുള്ളായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ അത് ഒരു അഫർമേഷൻ പോലെ അയാൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അഫർമേഷൻ എന്നുള്ളത് ഇപ്പോൾ നമ്മളെ കുട്ടിക്ക് പരീക്ഷയിൽ ജയിക്കണം, മാർക്ക് നേടണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങൾ നേടിയെടുത്തതുപോലെ സംസാരിക്കലാണ് അഫർമേഷൻ. അത് മനസ്സിനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഈ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ വെറുതെ കരയാണെന്ന് വിചാരിച്ചോളൂ. അഭിനയിക്കാൻ വേണ്ടിയൊക്കെ കരയൂലേ, വെറുതെ കരയൂലേ? അങ്ങനെ കരയണ സമയത്ത് മനസ്സ് വിചാരിക്കണം എന്താണെന്നറിയോ? ഇയാൾക്ക് ശരിക്കും എന്തോ സങ്കടം ഉണ്ടെന്നാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിനോട് പറയാം, ഞാൻ ഇത്ര ദിവസങ്ങൾ കൊണ്ട് ആ പുസ്തകം എഴുതി പൂർത്തിയാക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയാം, ഇത്ര കാലം കൊണ്ട് എൻ്റെ ബിസിനസ്സിൽ ഇത്രയും വളർച്ച ഉണ്ടാക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ. അത് നമ്മളെ മനസ്സിന് പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സ് വിചാരിക്കുന്നത് ഇത് റിയലാണെന്നാണ്. അതിനനുസരിച്ച് മനസ്സ് എംപവേർഡ് ആവുകയാണ് ചെയ്യുക. അതാണ് സംഭവം. അതാണ് അഫർമേഷൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അതാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഈ അടുത്ത് വായിച്ച പുസ്തകമാണ്, അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞ് ഞാൻ റെഡിയായി വരുന്നേ ഉള്ളൂ. അങ്ങനെ വായിച്ചൊരു ഫീലാണ്. ഇപ്പം അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീലാണ് പറയണത് കേട്ടോ. എ കഴിഞ്ഞാൽ പിന്നെ വി ആണ്. വി എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനാണ്. പറച്ചിലല്ല, മനസ്സ് കാണുകയാണ്. നമ്മൾ ആഗ്രഹമുള്ള കാര്യങ്ങളില്ലേ, ഇപ്പം നമ്മളെ കുട്ടിക്ക് ആഗ്രഹമുള്ള കാര്യം, വൈഫിന് ആഗ്രഹമുള്ള കാര്യം, ഭർത്താവിന് ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടല്ലോ. ജീവിതത്തെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ബന്ധുക്കളെക്കുറിച്ച്, എന്തോ ആവാം. അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയലാണ് അഫർമേഷൻ. വി എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കുള്ളതുപോലെ മനസ്സിൽ ഇമാജിൻ ചെയ്യലാണ്. അപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ സ്മെല്ല് വരെ ഒരാൾ അനുഭവിക്കുന്നത് പോലെ വിഷ്വൽ ചെയ്യലാണ്. അതാണ് വിഷ്വലൈസേഷൻ. അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് പിന്നെന്താണ്? ഈ എന്ന് പറഞ്ഞാൽ എക്സസൈസ്. അത് അവസാനമാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു എക്സസൈസ്
എക്സസൈസ്. അപ്പോൾ നമ്മൾ ജനലിൻ്റെ ആ കമ്പിൽ പിടിച്ചിട്ടൊരു 100 വട്ടം ഇങ്ങനെ ചാടിയാൽ മതി, നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ധർമ്മമായി മാറി. ഉറങ്ങി എണീച്ച് നേരെ അടുക്കളയിലേക്കോ ജോലിക്കോ പോകുന്നതിനേക്കാൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നൊരു ധർമ്മമാണ് പറഞ്ഞത് എക്സസൈസ് എന്ന് പറയുന്നത്. എക്സസൈസ് അവസാനമാണെങ്കിലും സേവേഴ്സ് എന്നുള്ള വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചതാണ് കേട്ടോ. 6 എന്ന് പറഞ്ഞാൽ സേവേഴ്സ് അല്ലേ, 6 അല്ലേ. 6 എന്താണെന്നറിയോ? റീഡിംഗ് ആണ്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിന് എന്തെങ്കിലും ഒരു സന്തോഷം കൊടുക്കുന്ന ഒരു പാരഗ്രാഫെങ്കിലും നമ്മളെ കുട്ടികളുടെ കൂടെ നമ്മൾ വായിക്കലാണ്. അതെന്തും ആവാം, ഒരു പുസ്തകം വായിക്കലാവാം, ഖുർആൻ വായിക്കലാവാം, എന്തും ആവാം. ഒരു പാരഗ്രാഫെങ്കിലും രാവിലെ ആ ക്വാളിറ്റിയുള്ള ആ സമയത്ത്, ഏറ്റവും പ്രഷ്യസ് ആയ ആ സമയത്ത് ഒരു പാരഗ്രാഫെങ്കിലും ഒരുമിച്ചിരുന്നിട്ട് ഒരാൾ വായിച്ച് മറ്റുള്ളവർ കേട്ടാലും മതി, ഒരു പാരഗ്രാഫെങ്കിലും റീഡിങ്ങിന് ചിലവഴിക്കുക എന്നുള്ള. അത് ഖുർആൻ വായിക്കലാവാം, വേറെന്ത് വായിക്കലാവാം. അവസാനം എസ് ഉണ്ട്, സേവേഴ്സ്. എസ് എന്ന് പറഞ്ഞാൽ സ്ക്രിബ്ലിംഗ് ആണ്, എഴുതലാണ്. ഈ എഴുതലിന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാം? ഏറ്റവും നല്ല രീതി അദ്ദേഹം പറഞ്ഞത് ഒരു ജാറ് വാങ്ങുക, ഒരു ഗ്ലാസിൻ്റെ ജാറ് വാങ്ങുക, നമ്മൾ എന്തിട്ടാലും അതിൽ കാണണം. എന്നിട്ട് അദ്ദേഹം പറയാം, ഇപ്പം നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാവാം, വലിയ സ്വപ്നങ്ങളാവാം, ഒരിക്കലും നടക്കില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന സ്വപ്നങ്ങൾ പോലും ഉണ്ടാവില്ലേ, ആ സ്വപ്നങ്ങളടക്കം എഴുതിയിട്ട് ആ ജാറിലിടുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ അദ്ദേഹം പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡാണ്, ആരോടുമുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഉറങ്ങുന്ന നേരത്ത് നമ്മുടെ കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല എക്സസൈസ് ആ ദിവസം അവർക്ക് ആരോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായത് എന്ന് പറയിപ്പിക്കല, അതിൻ്റെ കാരണമൊക്കെ പറയിപ്പിക്കുക. ഇപ്പോൾ നല്ലൊരു ഹോട്ടലിൽ കയറി, ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചത് നല്ലൊരു ഭക്ഷണമായിരുന്നു, ആ ഭക്ഷണം ഉണ്ടാക്കിയ ഒരാളുണ്ടാവും അതിനകത്തൊരു കുക്ക്, അയാൾ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷേ അയാളോട് നമ്മൾക്കുണ്ടാകുന്നൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഇത് നമ്മളെ കുട്ടിയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമാണ്. നമ്മളെ ടാക്സിയിൽ കൊണ്ടുപോയ ആളാവാം, ക്യാബിൽ കൊണ്ടുപോയ ആളാവാം, നമ്മളെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ച ഏതൊരു മനുഷ്യനോടും ഏറ്റവും ഉപരിയായി പഠിച്ചവനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വച്ച് അത് ഈ ജാറിൽ ഇങ്ങനെ നിക്ഷേപിക്കുന്ന ജോലിയാണ് സ്ക്രിബിളിങ്. കാരണം ഗ്രാറ്റിറ്റ്യൂഡാണ് ബർക്കത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞത് നമുക്കിപ്പോൾ എന്താണോ നമ്മുടെ കയ്യിലുള്ളത്, ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു കാലത്ത് നമ്മൾ പ്രാർത്ഥിച്ചതാണ്, ഒരു കാലത്ത് പ്രാർത്ഥിച്ച സാധനമാണ് ഇപ്പം കയ്യിലുള്ളത്. ഇപ്പം കയ്യിലുള്ളതിനോട് ഒരാൾക്ക് നന്ദി ഉണ്ടെങ്കിൽ അതുപോലുള്ളത് പഠിച്ചവൻ ഇനിയും കൂടുതൽ കൊടുക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കേണ്ട ആയത്താണത്. ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും. ഫുൾ A+ നേടിയ മാർക്ക് ലിസ്റ്റുമായി നിൽക്കുന്ന കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം, ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും. ബിസിനസ്സിൽ വമ്പൻ വിജയങ്ങളുമായി നമുക്ക് ചെലവ് തരാനിരിക്കുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കണം, ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും. എടാ നിനക്ക് നന്ദിയുണ്ടോ, നിനക്ക് കൂടുതൽ കിട്ടും. ആ കൂടുതൽ കിട്ടുന്നതിന് പറയുന്ന പേരാണ് ബർക്കത്ത്. അത് സാധനങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല, പല രീതിയിലാണ്. മനസ്സമാധാനമടക്കം ബർക്കത്തിന് അങ്ങനെ കൂടി അർത്ഥമുണ്ട്, മനസ്സമാധാനമുണ്ട്. അപ്പോൾ സേവേഴ്സിലെ അവസാനത്തെ എസ് സ്ക്രിബിളിംഗ് ആണ്, എഴുതുക എന്നുള്ള, കുട്ടികളെ കൊണ്ട് എഴുതിക്കുക എന്നുള്ള. ഒരു മിനിറ്റ് പോലും വേണ്ട, അവരുടെ മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാവാം, ഏറ്റവും നന്ദിയുള്ള ഒരാളാവാം, ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറുടെ പേരാവാം, ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തിൻ്റെ പേരാവാം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ പേരാവാം, എന്തെങ്കിലും എഴുതിയിട്ട് ആ ജാറിൽ നിക്ഷേപിക്കുക. ഇങ്ങോട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അതിങ്ങനെ എടുത്തു നോക്കുക. ഇദ്ദേഹം പറയുന്നത് എന്തിനാണെന്നറിയോ? സമാധാനപൂർണമായ പീസ്ഫുള്ളായ പുലരികൾ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം പുലരികളാണ് ഒരു ദിവസത്തെ മുഴുവനും നിർണ്ണയിക്കുന്നത്. ഖുറം ജാ മുറാദ് എന്നുള്ള വലിയൊരു എഴുത്തുകാരനുണ്ട്, വലിയൊരു ഇസ്ലാമിസ്റ്റ് പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, വല്ലാത്തൊരു പുസ്തകമാണ് കേട്ടോ. അത് ചെറിയൊരു പുസ്തകം. ഒരു സെമിനാറിൽ അദ്ദേഹം അവതരിപ്പിച്ചൊരു പ്രബന്ധമാണത്. ഇൻ ദ ഏർലി അവേഴ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അത് ഗൂഗിളിൽ അതിൻ്റെ PDF കിട്ടാനുണ്ട് ഫ്രീ ആയിട്ട്. മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, പുലർക്കാല യാമങ്ങളിൽ നിന്ന്. വായിച്ചിട്ടുണ്ടോ? ഇൻ ദ ഏർലി അവേഴ്സ്. അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത് മുഴുവനും തഹജ്ജുദിനെ കുറിച്ചും നമ്മുടെ പുലരികളെ കുറിച്ചാണ്. ഭയങ്കര രസമായിട്ടാണ് അദ്ദേഹം
ആ ലേഖനം എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ്. അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം നല്ല ശീലങ്ങൾ ഉണ്ടാക്കലാണ്. അതിൽപ്പെട്ട ഏറ്റവും നല്ല കാര്യം നല്ല പുലരികൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കലാണ്. സമാധാനത്തോടെ ഉണരാനുള്ള ശീലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കലാണ്. താങ്ക് യു. അസ്സലാമു എൻ്റെ പേര് അജ്മൽ, കണ്ണൂരാണ്. ഞാൻ വരാനുള്ള കാരണം കണ്ണൂരുള്ള എൻ്റെ ഉമ്മയാണ്. ഞാനെപ്പോഴും ഉമ്മയോട് പറയും, രാവിലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉമ്മ താങ്കളെ സംസാരം എന്നോട് പറയാറുണ്ട്. അപ്പം താങ്കൾ വീഡിയോ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് ഉമ്മ അതിനെ എന്നോട് പറയുമ്പോൾ ഉണ്ടാവും. ഞാൻ ഇന്നാൾ ഉമ്മാനോട് പറഞ്ഞു, PM ഗഫൂർ സാഹിബ് പറഞ്ഞതിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഉമ്മ പറയുന്നുണ്ട്. കണ്ണൂർ വരുവാണെങ്കിൽ ഉമ്മ എന്തായാലും PM ഗഫൂർ സാഹിബിനെ കാണണം, അതല്ലെങ്കിൽ ഗഫൂർ സാഹിബ് ഉമ്മാനെ കാണണം. കാരണം താങ്കളിൽ നിന്ന് കേൾക്കുന്നതിനേക്കാളും നന്നായിട്ട് താങ്കൾ പറഞ്ഞ വിഷയം ഉമ്മ എന്നോട് പറയും. അപ്പം താങ്കൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ് സർ, അതായത് ഖുർആൻ കാലാതീതമാണല്ലോ, ഏതൊരു കാലത്തും ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു പുസ്തകമാണല്ലോ. ഇപ്പം ഞാനൊരു HR ഡൊമെയിനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മൾ ഒരുപാട് ജനറേഷൻസ് കുറിച്ച് സംസാരിക്കാറുണ്ട്, അതായത് ബേബി ബൂമേഴ്സ്, XYZ, ആൽഫ, ബീറ്റ. അപ്പം നമ്മൾ ഈ പോളിസി മേക്കിങ്ങിൽ എപ്പോഴും ആലോചിക്കും ഓരോ ജനറേഷനും എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന്. ഇപ്പം എൻ്റെ ചോദ്യം, ഇപ്പം എൻ്റെ മക്കൾ ഇപ്പോൾ 15, 10, 5, 3 വയസ്സ്, അവർ ഖുർആൻ കാണുന്നത് അവരുടേതായ ഒരു കാഴ്ചപ്പാടിലാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ മോൻ 15 വയസ്സാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പോലെ ആവണം അവൻ മനസ്സിലാക്കേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എങ്ങനെയാണ് അവർ ഖുർആൻ കാണുന്നത്, അതിനെ എനിക്കെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, എന്നിട്ട് അവരുടെ ലാംഗ്വേജിൽ എനിക്ക് അതിനെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അവരോട് സംസാരിക്കാൻ പറ്റും? നല്ല ചോദ്യം അല്ലേ? നല്ല ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ചോദ്യം അടിപൊളിയാണ്. ഖുർആന് ഓരോ ആൾക്കും അയാളുടേതായൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നിലേറെ തഫ്സീറുകൾ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരൊറ്റ തഫ്സീർ മതിയായിരുന്നു അല്ലേ? ഇത്രയേറെ വിശദീകരണ ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത്രയേറെ മനുഷ്യർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതുകൊണ്ടാണ്. ഓരോ ആൾക്കും ഓരോ രീതിയിൽ അതെടുക്കാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പിന്നെ ഖുർആൻ്റെ അകം എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ള് എന്ന് പറയുന്നത് അത്ഭുതങ്ങളിലൂടെ ഇങ്ങനെ ആണ് എല്ലാ അർത്ഥത്തിലും. ഇപ്പോൾ ഖുർആന് മാത്രമാണ് ഒരു വായനാശാസ്ത്രം ഉള്ളത് അല്ലേ? വായിക്കേണ്ട ഒരു രീതി വേറെ പുസ്തകങ്ങൾക്കുണ്ടോയെന്ന് അറിയില്ല. അപൂർവമായ ഗ്രന്ഥങ്ങൾക്ക് ഉണ്ടാവാം. വായിക്കുന്നതിനൊരു രീതിയുണ്ട്. നമ്മൾ തിലാവത്ത് എന്നാണ് അതിന് പറയുക, തിലാവത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഖുർആന് തുടക്കത്തിൽ സൂറത്തുൽ ബഖറയിലെ ഒന്നാമതായി കൊടുത്തിട്ടുള്ളത് 3 അക്ഷരങ്ങളാണ്, അലിഫ്, ലാം, മീം അല്ലേ? നമ്മളതെങ്ങനെ വായിക്കുക? അലിഫ്, ലാം, മീം എന്ന് വായിക്കും. എന്നാൽ കുറേ ഇങ്ങനെ മറിച്ച് പോയാൽ സൂറത്തുൽ ഫീൽ എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ഇതേപോലെ അലിഫ്, ലാം, മീമാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല വായിക്കുക, അലം എന്നാണ് വായിക്കുക. അലം തറ കൈഫ ഫഅല ഇങ്ങനെയല്ലേ വായിക്കുക? ഇതാ എന്താ സംഭവം? ഇതിൻ്റെ വായനാശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ അത്ഭുതം നിറഞ്ഞ ഒന്നാണ് ഖുർആൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ചോദ്യത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. വിശുദ്ധ ഖുർആൻ 2 കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതിൽ നിയമങ്ങളുണ്ട്, വാല്യൂസുണ്ട് അല്ലേ? നിയമങ്ങളുണ്ട്, വാല്യൂസുണ്ട്. നമ്മൾ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, നമ്മൾ പുലർത്തേണ്ട മൂല്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. മാത്രമല്ല അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്തൊക്കെ ഇളവുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം നിസ്കാരം എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നിർബന്ധിതമായ കർമ്മമാണ്. നിസ്കരിക്കാത്ത ഒരാൾ മുസ്ലിം അല്ല, അത്രയും നിർബന്ധമാണ്. പക്ഷെ നിസ്കാരത്തിന് ഇളവുകളുണ്ട് അല്ലേ?
നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രൂപം. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ കിടന്ന് നിസ്കരിച്ചാൽ മതി. അതിനും കഴിയാത്ത ഒരാൾ മനസ്സുകൊണ്ട് ഇങ്ങനെ നിസ്കരിച്ചാൽ വരെ മതി. നിസ്കാരത്തിന് ഇളവുണ്ട്, നിസ്കരിക്കണം എന്നേ ഉള്ളൂ. നോമ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പഠിച്ചോൻ പറഞ്ഞത്, നിങ്ങൾ യാത്രക്കാരനാ എന്നാ വേണ്ട കേട്ടോ, നിങ്ങൾ രോഗിയാണോ എന്നാ വേണ്ട, പിന്നെ മതി. അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഇളവുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇളവുകളില്ലാത്ത കാര്യം വാല്യൂസാണ്. വാല്യൂസിന് ഇളവില്ല. മരിക്കാൻ കിടക്കുന്ന ഒരാൾക്കും കിടന്ന് നിസ്കരിച്ചാൽ മതി, നിസ്കാരത്തിൽ അയാൾക്ക് ഇളവുണ്ട്. പക്ഷേ അയാൾക്ക് ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല, ഒരാളെ പരിഹസിക്കാൻ പാടില്ല, ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാടില്ല. ദിസ് ഈസ് വാല്യൂസ്. ഇപ്പോൾ ഖുർആനെ ഒരാൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ രണ്ട് രീതിയുണ്ട്, രണ്ട് രീതിയിലും ഇതിനകമുണ്ട്. അപ്പോൾ ആ വാല്യൂസാണ് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ തന്നെ അവരുടെ ജീവിതത്തെ മുഴുവനും നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ് വാല്യൂസ്. അത് ഏത് കാലത്തും, അല്ലേ, ഏത് കാലവും അതിന് അനുയോജ്യമാണ്. ഒരാൾ വേറൊരാളുടെ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാക്ക് ചെയ്യുന്നത് ഒരു മോഷണമാണ്. ഒരാളുടെ വീടിനകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള സ്വർണം മോഷ്ടിക്കുന്നത് പോലെ തന്നെയാണ്. അതെത്ര ഗുരുതരമാണോ അതേപോലെ ഗുരുതരമാണ് ഒരാൾ വേറൊരാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. മോഷണം എന്നുള്ള കാര്യം എല്ലാ കാലത്തും പല ഭാവങ്ങളുണ്ടെന്നേ ഉള്ളൂ, ഒരേപോലെയാണ് അത് അടയാളപ്പെടുന്നത് ഖുർആനിൽ. ഇതേപോലെയാണ് വായിക്കേണ്ടതെന്നാണ്. പിന്നെ ഖുർആന് ഒരു മിനിറ്റ് കേട്ടോ, ഓർമ്മ വന്നൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ സേറിൻ്റെ ഭാര്യയും ഹജ്ജിന് പോകാമെന്ന് വിചാരിച്ചുള്ളൂ, അല്ലെങ്കിൽ ടൂറ് പോകാം എങ്ങോട്ടല്ലോ, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. സേറിൻ്റെ മക്കൾ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ മക്കൾക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പുലർത്തേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. സത്യം മാത്രമേ പറയാവൂ, അയൽക്കാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ അവർക്കൊക്കെ കൊടുക്കണം, ഇങ്ങനെയുള്ള രീതിയിൽ കുറേ മൂല്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ട കുറേ കാര്യങ്ങൾ സേർ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു കുട്ടികൾക്ക്. ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് സേറും ഭാര്യയും വരുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? കുട്ടികളിത് വായിച്ചുകൊണ്ടിരിക്കുക. സത്യം മാത്രമേ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ എന്ന് വായിച്ച് 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 കാണാതെ പഠിക്കുക. അതിനാണോ കൊടുത്ത്? അതിനല്ലല്ലോ കൊടുത്ത്. എന്താണോ ആ പറഞ്ഞത് അത് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. ഖുർആൻ ഈ രണ്ട് രീതിയിലുമാണ്. ഇത് വായിച്ച് മനഃപ്പാഠമാക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് അറിയുക എന്നുള്ളത്, അതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളത് അതിലേറെ പുണ്യമുള്ള കാര്യമാണ്. നമ്മുടെ ഖുർആൻ പഠനങ്ങൾ പലപ്പോഴും പരീക്ഷ എഴുതി മാർക്ക് നേടാനുള്ളതാകുമ്പോൾ അത് അപകടമാണ്. അതിനുള്ളതല്ല അത്. അനാഥകളെ സംരക്ഷിക്കണമെന്ന് ഖുർആൻ പറയുന്നത്, അനാഥകളെ സംരക്ഷിക്കണം എന്നുള്ള ആ അധ്യായം പഠിച്ച് പരീക്ഷ എഴുതാനല്ല, കുടുംബത്തിലുള്ള എത്ര അനാഥകളുണ്ട് എന്ന് ഒരാളുടെ ഉള്ളിൽ അയാളുടെ ഒരു കണക്കുണ്ടാവണം. എൻ്റെ ഫാമിലിയിൽ എത്ര അനാഥകളുണ്ട്, എൻ്റെ കയ്യിലുണ്ടോ? എൻ്റെ കുടുംബത്തിൽ എത്ര വിധവകളുണ്ട്, എൻ്റെ കുടുംബത്തിൽ വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്, എൻ്റെ കയ്യിൽ വല്ല കണക്കുണ്ടോ? അനാഥകളെക്കുറിച്ചുള്ള ആയത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു തരാം. അത് വിശദീകരിക്കാനും അത് പഠിക്കാനും മാത്രമാണോ അത് പറഞ്ഞു തന്നത്? അതിനാണ് മറ്റ് പുസ്തകങ്ങളൊക്കെ, അതിനാണ്. ഇതതിനുള്ളതല്ല. ഇതാ പറഞ്ഞത് എന്താണോ അത് അറിയുന്നതോടെ അതൊരു ബാധ്യതയായി മാറുക. അത് ഞാൻ അറിയുന്നതോടെ അതെൻ്റെ ബാധ്യതയായി മാറുക. അതാണ് ആ പുസ്തകത്തിൻ്റെ ഒരു ഇന്ദ്രജാലം. അങ്ങനെയാണ് ഹിറാ ഗുഹയുടെ ഇരുളിൽ നിന്ന് 7 മഹാവൻകരകളിലേക്ക് ഈ വെളിച്ചം കത്തിയത്. അസ്സലാമലൈക്കും. ചില കുട്ടികൾ ഇപ്പം ഖുർറത്ത് അയുനിൻ, കണ്ണിൻ്റെ കുളിർമ എന്ന് പറയുന്ന രീതിയിൽ പെരുമാറ്റമുള്ള കുട്ടികളാണെങ്കിൽ പോലും ഒരു ടീനേജ് ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ബിഹേവിയർ കുറച്ച് അരഗൻ്റ് ആവാം, അല്ലെങ്കിൽ പേരൻസ് പറയുമ്പോൾ പേരൻസായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കുറച്ച് ഫ്രിക്ഷനൊക്കെ ഉണ്ടാകും. അതേസമയം നമുക്ക് സാറ് പറഞ്ഞ പോലെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് അസേർട്ടീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനുള്ള കുറച്ച് ടിപ്സ് പറയാമോ ടീനേജ് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള?
ഒരു വലിയ പ്രശ്നമാണ് അവർ അവതരിപ്പിച്ചത്. കാരണം നമ്മുടെ കണ്ണിൽ കുട്ടികളും അവരുടെ കണ്ണിൽ അവർ മുതിർന്നവരും, അതാണ് ടീനേജ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അവരെയും കൊണ്ട് കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ അവരോടുന്നത് മുതിർന്ന ആളുകളുടെ സെക്ഷനിലേക്ക് ആയിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ വളർന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തുടങ്ങി, മീശ വരാൻ തുടങ്ങി, അല്ലെങ്കിൽ ശബ്ദം മാറാൻ തുടങ്ങി, അല്ലേ? അതിൻ്റേതായ വ്യത്യാസങ്ങൾ അവരുടെ ഉള്ളിൽ വരാൻ തുടങ്ങി. നമ്മുടെ കണ്ണിൽ പഴയ കുട്ടികളാണ്. നമ്മൾ ഫോണിൽ പഴയ ഫോട്ടോ നോക്കി ഇരിക്കുകയാണ് അവരുടെ. ഇവരെന്തിനാ വലുതായതെന്നാണ് നമ്മൾ ആലോചിക്കണത്. പക്ഷെ അവർ വലുതായി കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം എത്രയും സഹോദരിമാർ ഇവിടെ ഇരിക്കണോ? നിങ്ങളൊരു പെണ്ണായി പിറന്നതിൻ്റെ പേരിൽ നിങ്ങളൊരു 13 വയസ്സോ 14 വയസ്സോ മുതൽ ഒരു 50-55 വയസ്സ് വരെ അനുഭവിക്കേണ്ട കഠിന പീഡകൾ എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതെന്താ സംഭവം? ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ്? എന്തെല്ലാം മൂഡ് സ്വിങ്സിലൂടെ, ഹോർമോണിൻ്റെ മാറ്റങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു പുരുഷനുണ്ടോ? ഉണ്ടോ? ഒരു പുരുഷൻ ഇത് എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടതുണ്ടോ? ഒരു വട്ടം, ഒരേ ഒരു വട്ടം. അത് അയാളുടെ ടീനേജിൽ മാത്രമാണ്. ഇപ്പം നിങ്ങൾ മാസത്തിൽ 7 ദിവസത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. പഴയ ആളല്ല നിങ്ങൾ. ഇന്നലെ പെരുമാറിയതുപോലെ എന്നോട് ഇന്ന് പെരുമാറരുത് എന്ന് പറയും. ഇന്നാൾ പറഞ്ഞതുപോലത്തെ വാക്ക് ഇന്ന് എന്നോട് പറയരുത്, എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയും. ഞാൻ അത്രയും ദുർബലയായി നിൽക്കുന്ന സമയമാണ്, വീക്കാണ്, എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയില്ലേ? അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകണമുണ്ടാ. ഹോർമോണിൻ്റെ മാറ്റങ്ങൾ, നമ്മുടെ കയ്യിലില്ലാത്ത ഒരു സംഘർഷം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ? ആ സംഘർഷം ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന മറ്റൊരു സമയമുണ്ടെങ്കിൽ അത് ടീനേജിൽ മാത്രമാണ്. അത്രയും സംഘർഷമാണ് അയാളുടെ ഉള്ളിൽ നടക്കുന്നത്. അയാൾക്ക് തന്നെ അയാളെ പിടിച്ചാൽ കിട്ടില്ല. നമ്മളോട് ദേഷ്യപ്പെടും, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് പറയും, അമ്മച്ചി എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്ന് പറയും. പാരൻസൊക്കെ വന്നിട്ട് പറയില്ലേ, 7ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി ഇവനാകെ മാറി, അല്ലെങ്കിൽ ഇവളാകെ മാറി, അനിയത്തിയോട് ശരിക്കും പെരുമാറുന്നില്ല, ഞങ്ങളോട് മിണ്ടുന്നില്ല, ഞങ്ങൾ വിളിച്ചാൽ വരുന്നില്ല. പണ്ടൊക്കെ ഞങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് കാറിലിരിക്കുന്ന ആളായിരുന്നു, ഓടി വരുന്ന ആളായിരുന്നു. ഇപ്പം ഞങ്ങൾ വിളിച്ചാലും വരില്ല, ഓൻ എവിടെയും പോകണ്ട, ആരോട് സംസാരിക്കണ്ട, അങ്ങനെയൊക്കെ പറയില്ലേ? ഇതെന്താ സംഭവം? ആ കുട്ടിയുടെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ട്, അതിൻ്റെ ഭാഗമാണ്. അത് കാലാകാലം നിൽക്കുന്ന ഒന്നല്ല, അതൊരു സമയം മാത്രമാണ്, അത് മാറും. വളരെ അഗ്രഷനൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് അത്രയും നിയന്ത്രിക്കാനാവാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല തെറപ്പിസ്റ്റുകളെ കണ്ട് അവന് വേണ്ട സൈക്കോ തെറപ്പികൾ കൊടുക്കണം. മെഡിസിൻ അല്ല, സൈക്കോ തെറപ്പികൾ കൊടുക്കണം, കൗൺസിലിംഗ് പോലെയുള്ള. അവൻ അത്രയും വൈബ് തോന്നുന്ന ഒരാൾ പറഞ്ഞാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ കേട്ടോ. അതിന് പറ്റുന്ന തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ട്, കാരണം നമ്മുടെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാ നമുക്കറിയില്ല. ഒരു പരിധി സമയം വരെ നമ്മളായിരിക്കും, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നൊരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ആളുകളാണ്. അപ്പോൾ ആ ഏജിലുള്ള കുട്ടിയുടേതായ ആവശ്യങ്ങളുണ്ട്, അവൻ്റേതായ ചോദ്യങ്ങളുണ്ട്, അവൻ്റെ നീഡുണ്ട്, അവൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ. ആ ഏജിലുള്ളൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ മുഖത്തുള്ളൊരു ചെറിയ കറുത്ത മറുകൊക്കെ ആ കുട്ടിക്ക് ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും. നമ്മൾ ചോദിക്കും, ഇത്രയും ചെറിയൊരു കാര്യത്തിനാണോ അങ്ങനെ സങ്കടപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കും. അത് നമ്മുടെ കണ്ണിലാണ്, പക്ഷെ അയാളുടെ കണ്ണിൽ അത് വലിയ കാര്യമായിരിക്കും. അപ്പോൾ അതൊരു സമയമാണ്. ആ കുട്ടികൾ ആ സമയം കടന്നു പോകും. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത വലിയ പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കുട്ടിയുടെ ലൈഫിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ സൈക്കോ തെറാപ്പി കൊടുക്കണം. അതിന് അവൈലബിളായ രീതിയിൽ ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. ആ ഏജിനെ കുറിച്ചൊക്കെ അത്രയും പഠിച്ച് മനസ്സിലാക്കിയ ആളുകളുണ്ട്, അവരെ കണ്ട് അത് തെറാപ്പി കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ അത് ഏതെങ്കിലും ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ആ ഏജിലൂടെ കടന്നു പോകുന്ന ഓരോ കുട്ടിയും ആ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, സൂറത്ത് റൂമിൽ പഠിച്ചോൻ പറഞ്ഞ 3ാമത്തെ കാര്യം എന്തായിരുന്നു? കാരുണ്യം. ആ കുട്ടി ഉണ്ടല്ലോ, ഈ ടീനേജിലുള്ളൊരു കുട്ടി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്നെ ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ എന്നാണ്. അതവൻ പറയുന്നില്ല, അല്ലെങ്കിൽ അവൾ പറയുന്നില്ല, കാരണം അവൾക്ക് തന്നെ അറിയില്ല അതെന്താ സംഭവം എന്ന്. പക്ഷേ കൂടെയുള്ള മനുഷ്യർ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നായിരിക്കും ആ കുട്ടി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നുണ്ടാവുക. നമുക്ക് ദേഷ്യം വരും, ചൂടാവും, ഇതൊക്കെ ചെയ്യും. അതൊക്കെ നമ്മുടെ പ്രകടനങ്ങൾ മാത്രമാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ കുട്ടിക്ക് അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ള മാത്രം. ഇപ്പം നമ്മളൊരു കോഴ്സ് ചെയ്തിരുന്നു.
ഞാനും അവളൊരു കോഴ്സ് ചെയ്തിരുന്നു കോഴിക്കോട്. സമയം കഴിഞ്ഞു. നിർത്താട്ടോ. ഒരു കൗൺസിലിങ്ങിൻ്റെ ഒരു കോഴ്സ് ആയിരുന്നേ. അപ്പോൾ അതിലൊരു പോലീസുകാരനുണ്ടായിരുന്നു. പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരാളാണ്, ഫേമസ് ആയ ഒരാളാണ്. അയാൾ ആ കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. 6 മാസത്തെ ഒരു കോഴ്സായിരുന്നു. അങ്ങനെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്തൊരു ഫെയർവെൽ ഉണ്ടായിരുന്നു, സെൻഡ് ഓഫ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അയാൾ പറഞ്ഞത് എന്താ അറിയോ, ഞാൻ ഈ കോഴ്സിന് വന്നത് എനിക്ക് വേണ്ടിയായിരുന്നില്ല, എൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു. കാരണം എൻ്റെ മോന് ടീനേജിൽ വന്നതോടുകൂടി പറഞ്ഞില്ലേ ഇതൊക്കെയായിരുന്നു. അവൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറി. അവൻ്റെ ചങ്ങാതിമാരൊക്കെ ആകെ പ്രശ്നക്കാരായിരുന്നു. ചങ്ങാതിമാർ വരിക, കളി കണ്ടിരിക്കുക, പഠിക്കൂല, ഇങ്ങനെയൊക്കെയായിരുന്നു. അവൻ്റെ പെരുമാറ്റത്തിൽ ഭയങ്കര ദേഷ്യം, ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അവനെ എന്ത് ചെയ്യണം എന്നറിയാനാണ് ഞാൻ ഇങ്ങോട്ട് ഈ കോഴ്സ് എടുക്കാൻ വന്നത്. പക്ഷേ ഈ കോഴ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനായിരുന്നു മാറേണ്ടത്. ഞാൻ അവനോട് ദേഷ്യപ്പെടുന്നൊരു അച്ഛനായിരുന്നു. അവൻ ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കുട്ടിയോട് ഏറ്റവും കമ്പനിയായൊരു അച്ഛനായിരുന്നു. പക്ഷേ അവൻ ടീനേജിൽ അവൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഞാൻ മാറി. ഞാനാകെ ഡിസ്റ്റേബ്ഡായി, എൻ്റെ പെരുമാറ്റം മോശമായി, അതെൻ്റെ കുട്ടിയെ ബാധിച്ചു. ഞാൻ എൻ്റെ കുട്ടിയെ ഒന്ന് തൊട്ടിട്ട് പോലും എത്രയോ ദിവസങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനാണ് മാറേണ്ടത്. ഇപ്പം എൻ്റെ കുട്ടിയുടെ ചങ്ങാതിമാർ വീട്ടിൽ വരുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഇരിക്കും. എൻ്റെ മോന് ക്രിക്കറ്റ് കാണുന്ന സമയത്ത്, ഫുട്ബോൾ കാണുന്ന സമയത്ത് അവനിപ്പോൾ എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കാണും. നമ്മളെ ഏറ്റവും അധികം സംസാരിക്കേണ്ടത് ആരോടാണെന്നറിയോ? നമ്മുടെ കുട്ടികളോടാണ്. അതിനെന്ത് വേണമെന്നറിയോ? അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങളുണ്ടാവും, അത് നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാവില്ല അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ബാഴ്സലോണ എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബ് എങ്ങനെ ഉണ്ടായി എന്നും അതെങ്ങനെ വളർന്നു എന്നും എനിക്ക് പഠിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പഠിക്കേണ്ടി വന്ന് നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു ക്ലബ്ബ് പോലെ ഒരു ക്ലബ്ബ് തുടങ്ങിയിട്ട് ഇന്ന് ലോകം ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് ആയ ക്ലബ്ബുകളിൽ ഒന്നാണ് ബാഴ്സലോണ. ഫുട്ബോളിൻ്റെ ക്ലബ്ബാണ്. അതിൻ്റെ ഒരു ഹിസ്റ്ററിയും അതിൽ കളിച്ച ആളുകളും അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് പഠിക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? 13 വയസ്സുള്ള ഒരാളോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ബാഴ്സലോണയെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ. ഇപ്പം നടക്കുന്ന കളി എന്തൊക്കെയാണെന്ന് അറിയണം. ഫുട്ബോളിൻ്റെ എല്ലാ ഇന്ദ്രജാലങ്ങളും പഠിച്ചെടുത്തേ പറ്റൂ. എന്നാലേ എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിലോ വാപ്പാക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും, ഉമ്മാക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും. നമുക്ക് മനസ്സിലാവുന്ന ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങളുണ്ടാവും, അത് അയാൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ആ ഇൻട്രസ്റ്റിലേക്ക് അയാൾ എത്തിക്കണമെങ്കിൽ പോലും അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങേണ്ടി വരും. അതായിരിക്കും ഡോറ്. ആ ഡോറിലൂടെ അകത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ അല്ലേ? നമ്മുടെ കുട്ടിയൊക്കെ ഒറ്റ കുട്ടിക്കാലമേ ഉള്ളൂ. അതാണ് പ്രശ്നം. നമ്മുടെ കുട്ടികൾക്ക് ഒറ്റ കുട്ടിക്കാലമേ ഉള്ളൂ. പിന്നെ ഒക്കെയും ഓർമ്മകളാണ്. ആ ഓർമ്മയിൽ മുഴുവനും നമ്മളാണ്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഡീലിങ്സ്, നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ റിയാക്ഷൻസ്, ഇതാണ് അവരുടെ നൊസ്റ്റാൾജിയ. അവരുടെ നൊസ്റ്റാൾജിയ നമ്മളാണ്. നമ്മളെവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന സ്ഥലമാണ് അവരുടെ നൊസ്റ്റാൾജിയ. നമ്മളെന്താണോ കൊടുത്തത് ആ കൊടുത്ത കാര്യങ്ങളാണ് അവരുടെ നൊസ്റ്റാൾജിയ. നമ്മുടെ കുട്ടികൾക്ക് ഒറ്റ കുട്ടിക്കാലമേ ഉള്ളൂ. അതാണ് പ്രശ്നം. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? സമയമില്ലേ? ചോദ്യം ഉണ്ടോ? ചോദ്യം ഉണ്ടോ? ഹലോ, 6742 ലാസ്റ്റ് ഡിജിറ്റുള്ള കാർ ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്, ഒന്ന് മാറ്റി കൊടുക്കാൻ അപേക്ഷിക്കുന്നു. 6742. അസ്സലാമു അലൈക്കും. ഇതൊരു ചോദ്യമല്ല, എന്നാലും ഞാൻ ഒരു കാര്യം പറഞ്ഞതിന് അനുബന്ധമായിട്ട് പറയാണ്. അതായത് പറഞ്ഞതല്ലോ, അതായത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നിർത്തി ഒരു ഹോട്ടലിൽ കയറി തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്താ പറയുക, കാറ് മാറ്റി നിർത്താനും അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് പറയുന്ന ആ ഒരു കാവൽക്കാരൻ, അയാളോട് നമ്മൾ കാറിൻ്റെ ചില്ല് താഴ്ത്തി എന്താണ് വിശേഷം, സുഖം തന്നെ എന്ന് ചോദിച്ച് എന്തെങ്കിലും ഒന്നൊരു ടിപ്പ് കൊടുക്കുക. ഇപ്പോൾ ഞങ്ങൾ ഇതുപോലെ യാത്ര ചെയ്യാറുണ്ട്. സാധാരണ നാട്ടിൽ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ
എൻ്റെ മക്കൾ പ്രായമായിട്ടുള്ള പിള്ളേരാണ്. അവർ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ചെയ്തിട്ട് ഉണ്ടാവുമായിരിക്കും, ഒരു പക്ഷേ അവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യവും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നമ്മളറിയില്ല അത്. പക്ഷെ അവരോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും വളരെ വളരെ നല്ല രീതിയിൽ എന്തെങ്കിലും കൊടുക്കുക, അത് ചിലപ്പോൾ കൊടുക്കുന്നത് ചിലപ്പോൾ കൂടുതലൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ ചിലപ്പോൾ കാണുമ്പോൾ പറയും, അപ്പോൾ എന്തിനാ അത് അല്ല വാപ്പ പഠിപ്പിച്ചാണ് അതൊക്കെ, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതെന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ഡെലിവറി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് ചിലപ്പോൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവരോടൊക്കെ പറയുന്നത് സാർ 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 എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഒരു മനുഷ്യൻ. അപ്പോൾ ആരെങ്കിലും കേൾക്കുമ്പോൾ അവർ താങ്ക് യു സാർ കൊണ്ടുവന്ന് തരുമ്പോൾ, അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചില കാര്യങ്ങൾ പറയുന്നത് ചിലപ്പോൾ അവർ വളരെയധികം എടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് കണ്ടതായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിരിക്കും. ശരി. ഇപ്പം നമ്മൾ സാധാരണ പറയുമല്ലോ, മോശം പറയിപ്പിക്കാൻ എളുപ്പമാണ്, നല്ലത് പറയിപ്പിക്കാനാണ് പ്രയാസം എന്ന് പറയില്ലേ. നല്ലത് പറയിപ്പിക്കാനാണ് പ്രയാസം, മോശം പറയിപ്പിക്കാൻ ഒരു പ്രയാസമില്ല എന്ന് പറയും. സത്യത്തിൽ നല്ലത് പറയിപ്പിക്കാനും എളുപ്പമാണ്, അതൊരാൾ ശ്രദ്ധാപൂർവം ചെയ്യുമ്പോൾ. ഇപ്പം എന്നോടൊരാൾ ഈ മൈക്ക് ചോദിക്കുക, ഈ മൈക്കൊന്ന് തരുമോ ചോദിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് കൈകൾ കൊണ്ട് അത് കൊടുക്കുന്നതോടെ ആ വാങ്ങുന്ന ആളുടെ ഫീല് മാറി. നിങ്ങളെ കടയിൽ ഒരാളൊരു സാധനം വാങ്ങാൻ വരുമ്പോൾ ആ സാധനം എടുത്ത് കൊടുക്കുമ്പോൾ പോലും ആ വാങ്ങുന്ന ആളെ അത്രയും ബഹുമാനിച്ചിട്ട് ഒരാൾ ചെയ്യുമ്പോഴേ ഇങ്ങനെ നല്ലത് പറയിപ്പിക്കാനാണ് പ്രയാസം എന്ന് പറയാറുണ്ട്. സത്യത്തിൽ നല്ലത് പറയിപ്പിക്കാനും എളുപ്പമാണ്, ഒരാളത് ബോധപൂർവം ചെയ്യുമ്പോൾ. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും ആദ്യത്തെ അധ്യാപകർ നമ്മുടെ മാതാപിതാക്കളാണ്. പക്ഷേ നമ്മുടെ ആയുസ്സിൽ കിട്ടിയ ഏറ്റവും അവസാനത്തെ അധ്യാപകർ നമ്മുടെ മക്കളാണ്. കുട്ടികളിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പാഠമാണ്. കുട്ടികളിൽ നിന്ന് പഠിക്കുക എന്ന്. ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുമുള്ള എല്ലാ സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നേരം ശ്രവിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Questions, and a special thanks to PMA Ghafoor again for addressing our queries with such depth and clarity. To conclude this inspiring session, I would like to invite Ustad Shahbaz to the stage to deliver the vote of thanks. Please, Ustad. Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Alhamdulillahi rabbil alamin. Assalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in amma ba'd. നമ്മുടെ സമയം ഏകദേശം കുറച്ച് സമയത്തിനനുസരിച്ച് തന്നെ പോവാത്തതിൻ്റെ ചെറിയൊരു പ്രയാസമുള്ളതുകൊണ്ട് അധികമായി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും ഈ അർത്ഥത്തിൽ വലിയ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. വളരെ ഹൃദ്യമായ ഒരു സംസാരം തന്നെയാണ് എനിക്ക് തോന്നുന്നു. നമ്മളിൽ പല ആളുകളും യൂട്യൂബിലൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ PMA ഗഫൂർ സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവുക. ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സംസാരം കേൾക്കാനും പലതും മനസ്സിലാക്കുവാനൊക്കെ സാധിച്ചത് വലിയൊരു മഹാഭാഗ്യമായി, സൗഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും ഹിറാമോറ സ്കൂൾ ഈ ഒരു പരിപാടിയിലേക്ക് അദ്ദേഹം എത്തിയതിനുള്ള ഹൃദ്യമായ കടപ്പാടും സ്നേഹവും അദ്ദേഹത്തിനോട് ഈ ഒരു സന്ദർഭത്തിൽ അറിയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു പരിപാടിയിൽ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നിർവഹിച്ച HMSൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സാജിദ് TK സാഹിബ്, ഈ ഒരു വേദിയിൽ നമ്മോട് ഏറെ ഹൃദ്യമായി സംവദിച്ച PMA ഗഫൂർ സാർ, ഈ ഒരു പരിപാടിയിൽ സംബന്ധിച്ച ജമാഅത്തെ ഇസ്ലാമി ബാംഗ്ലൂർ മേഖല വൈസ് പ്രസിഡന്റ് ഷമീർ സാഹിബ്, ഈ ഒരു പരിപാടിയിൽ ഖിറാഅത്ത് നിർവഹിച്ച നൈഫ നാസിർ, ഈ ഒരു പരിപാടിയിൽ ആങ്കറിംഗ് നിർവഹിച്ച ഹാമിദ മാം, തുടർന്ന് ഈ ഒരു പരിപാടിയിലേക്ക് വളരെ ശ്രദ്ധാപൂർവം കേൾക്കാൻ വേണ്ടിയും മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ സംവദിച്ചിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും
എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Jazakallahu khairan, Ustad. Thank you to all who joined us in this wonderful experience. Wa akhiru da'wana an alhamdulillahi rabbil alameen. Subhanaka Allahumma wa bihamdika ashhadu an la ilaha illa anta astaghfiruka wa atubu ilayk. Okay, now it's the time for prayer and food. Inshallah, food has been arranged first for the ladies and the children. And meanwhile, the men can go get ready for the prayer in the hall to the left side of the auditorium, inshallah, outside. And the men's prayer will start at 12:40, and you have time till 1:10. And at 1:10, inshallah, the women will go to pray, and the men can go to the dining session to the left of the stage, inshallah. And please also note that our main program is in the evening, featuring the highly anticipated convocation ceremony of the 7th graders, an array of captivating cultural programs, and also the announcement of results of Kalimutam programs, and also online and offline magazines that we had prepared. So please don't miss out, and please be here at 1:50. That is our time to start our evening program, inshallah. So this is your host Hamida signing out. Assalamu alaikum wa rahmatullahi wa barakatuh.